പ്രൈസ് ദി ലോർഡ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്ന് നമുക്ക് വീണ്ടും ദൈവവചന പഠനത്തിനായി ഒരുമിച്ച് കൂടുവാൻ സ്വർഗത്തിലെ ദൈവം സഹായിച്ചു. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ജോയിൻ ചെയ്യുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം ചെയ്യുന്നു. ഇന്ന് കർത്താവിന്റെ ദാസൻ പാസ്റ്റർ മാത്യു പി തോമസ് സാംസ് ഭാഷ്യം നമുക്ക് തുടർമാനമായി പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് രാത്രിയിലും ദൈവം തന്നെ ശക്തമായി ഉപയോഗിപ്പാൻ നമുക്ക് പ്രാർത്ഥനയോടെ ആയിരിക്കാം. നാം എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ പ്രിയ സിസ്റ്റർ ബീന ജോൺ അൺമ്യൂട്ട് ചെയ്തിട്ട് പ്രാർത്ഥിച്ചാണ്. സിസ്റ്റർ ബീന ജോൺ, പ്ലീസ്. ഹല്ലേലൂയ. സ്തോത്രം 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 അപ്പാ. നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു കർത്താവേ. ഞങ്ങൾക്ക് ഈ രാത്രിയുടെ യാമങ്ങൾക്ക് കർത്താവേ ഒരുമിച്ച് കർത്താവേ ഈ അകപ്പെ ഓൺലൈനിൽ കടന്നു വന്ന് കർത്താവേ അങ്ങയുടെ മാറ്റമില്ലാത്ത വചനം പഠിക്കുവാനൊക്കെ ദൈവമേ അങ്ങ് സഹായിച്ചതോർത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു കർത്താവേ. അനുഗ്രഹിക്കപ്പെട്ട ക്ലാസ് എടുക്കുവാൻ പാസ്റ്റർ മാത്യു പി തോമസ് സാറിനെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ. വചനത്തിന്റെ മർമ്മങ്ങളെയൊക്കെ വിളമ്പിത്തരുവാൻ ദൈവമേ അങ്ങ് സഹായിക്കുന്നതോർത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു കർത്താവേ. ദൈവമേ ക്ലാസ്സിന് കടന്നു വന്ന എല്ലാ മക്കളെ അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു കർത്താവേ. ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ലാലു പാസ്റ്ററിനായി സ്തോത്രം, ഷാജി പാസ്റ്ററിനായി സ്തോത്രം. ദൈവമേ അതിന് വേണ്ടുന്ന ക്രമീകരണങ്ങളൊക്കെ ചെയ്യുന്ന എല്ലാ മക്കളെ അങ്ങയുടെ കരങ്ങളിലേക്ക് താഴ്ത്തി സമർപ്പിക്കുന്നു കർത്താവേ. ഞങ്ങൾ കേൾക്കുന്ന പഠിക്കുന്ന വചനങ്ങളെല്ലാം കർത്താവേ ഞങ്ങളുടെ ജീവിതത്തിൽ അത് അനുഗ്രഹമായി തീരുവാൻ, ഞങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനൊക്കെ ദൈവമേ ഇടയാക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഒരു പ്രാവശ്യം കൂടെ താഴ്ത്തി സമർപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. മാനുമോത്ത് എടുക്കണം സൗരവും ഞങ്ങൾക്കായി ജീവൻ തന്ന യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്ന കൃപയോടെ കേൾക്കണമേ. ആമേൻ. ആമേൻ. താങ്ക് യു സിസ്റ്റർ. തുടർന്നുള്ള ക്ലാസ് എടുക്കുവാൻ കർത്താവിന്റെ ശ്രേഷ്ഠദാസൻ പാസ്റ്റർ മാത്യു പി തോമസിനെ വളരെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. കർത്താവിന്റെ പരിശുദ്ധമുള്ള നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് നമുക്ക് ഈ മാധ്യമത്തിൽ ഒരുമിച്ച് ചേർന്ന് വന്ന് ദൈവവചനം പഠിക്കുവാൻ നമുക്ക് അവസരങ്ങൾ ദൈവം നൽകിയത് കൊണ്ട് ദൈവത്തെ നന്ദിയോടുകൂടെ സ്തോത്രം ചെയ്യുന്നു. വിശേഷാൽ ഇന്ന് ഇതിന് നേതൃത്വം നൽകുന്ന പാസ്റ്റർ ലാലു ജേക്കബ്, അപ്പോൾ തന്നെ വിവിധ ടൈം സോണുകളിൽ നിന്ന് ജോയിൻ ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം ഈ സമയം അറിയിക്കുകയാണ്. ദൈവമായ കർത്താവ് നമ്മെ എല്ലാവരെയും സഹായിക്കുകയും പരിപാലിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നത് കൊണ്ട് ഞാൻ ദൈവത്തെ നന്ദിയോടുകൂടെ സ്തോത്രം ചെയ്യുകയാണ്. ഇന്ന് നമ്മൾ ആരംഭമായി നോക്കുന്ന നാം എന്താണ് ഇതുവരെ പഠിച്ചത്. ഇതുവരെ നാം എന്താണ് പഠിച്ചത്? ഒന്ന്, ഹിം എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ്, അതായത് സ്തുതിഗീതങ്ങൾ. സ്തുതിഗീതങ്ങൾ എന്ന് പറയുമ്പോൾ അതിനകത്ത് രണ്ട് ഭാഗങ്ങളാണ്. ഒന്ന് കോൾ ടു വർഷിപ്പ്, അല്ലെങ്കിൽ ആരാധനയ്ക്കുള്ള ആഹ്വാനം. രണ്ട്, ദൈവം എന്തു ചെയ്തു, അല്ലെങ്കിൽ ദൈവം എന്തായിരിക്കുന്നു, വാട്ട് ഗോഡ് ഈസ് ലൈക്ക് ഓർ വാട്ട് ഗോഡ് ഹാസ് ഡൺ. ഇതാണ് സത്യത്തിൽ സ്തുതിഗീതം എന്ന് പറയുന്നത്. അതാണ് നമ്മൾ ആദ്യം പഠിച്ചത്. പിന്നീട് നമ്മൾ പഠിച്ചത് സോങ്സ് ഓഫ് ലാമെന്റ്, വിലാപ കീർത്തനങ്ങളെ കുറിച്ചാണ് നാം പഠിച്ചത്. ഈ വിലാപ കീർത്തനങ്ങൾ തന്നെ രണ്ട് ടൈപ്പ്. ഒന്ന് ഇൻഡിവിജ്വൽ, രണ്ട് കമ്മ്യൂണിറ്റി. വ്യക്തിപരമായ വിലാപ കീർത്തനങ്ങളുണ്ട്, സാമൂഹ്യ വിലാപ കീർത്തനങ്ങളുണ്ട്. എന്നാൽ രണ്ടിനകത്തുമുള്ള ഇലമെന്റ്സ് തുല്യമാണ്. അത് വ്യക്തിപരമാണോ ആയാലും സാമൂഹ്യപരമായാലും അതിനകത്ത് ഇലമെന്റ്സ് തുല്യമാണ്. ഒന്ന് ഇൻവൊക്കേഷൻ എന്ന് പറയുമ്പോൾ ഡയറക്റ്റ് അഡ്രസ് ടു ഗോഡ്. രണ്ട്, ലാമെന്റേഷൻ എന്ന് പറയുമ്പോൾ വിലാപങ്ങൾ പറയുക. പെറ്റീഷൻ എന്ന് പറഞ്ഞാൽ പരാതികൾ. മോട്ടിവേഷൻ എന്ന് പറയുമ്പോൾ ഉത്തേജനമായി നൽകുക, അല്ലെ എൻകറേജ് ചെയ്യാൻ വേണ്ടി. പിന്നെ വോ എന്ന് പറയുമ്പോൾ പ്രതിജ്ഞ, ഡിവൈൻ റെസ്പോൺസ്, ദൈവികമായ റെസ്പോൺസ് അല്ലെങ്കിൽ ദൈവിക മറുപടികൾ. ദെൻ എക്സ്പ്രഷൻ ഓഫ് കോൺഫിഡൻസ്, ആത്മവിശ്വാസത്തിന്റെ പദങ്ങൾ. അപ്പൊ ഇതാണ് ഒരു ലാമെന്റ് എന്ന് പറയുന്ന വിലാപകീർത്തനങ്ങൾക്കകത്തുള്ള ഇലമെന്റ്സ് എന്ന് പറയുന്നത്. എല്ലാ എലിമെന്റ്സും ഉണ്ടാകണമെന്നില്ല. ചിലപ്പോൾ ചില എലിമെന്റ്സ് മിസ് ചെയ്തിരിക്കാം. ബട്ട് യു ഡോണ്ട് വറി, ആ എലിമെന്റ് മിസ്സാണെന്ന് മാത്രം എഴുതി വെച്ചാൽ മതി. അങ്ങനെയെങ്കിൽ നമുക്കിങ്ങനെ സങ്കീർത്തനങ്ങൾ പഠിക്കുന്നു. മൂന്നാമത്തെ സെക്ഷനായിട്ട് നമ്മൾ പഠിച്ചത് താങ്ക്സ് ഗീവിംഗ് ആണ്. താങ്ക്സ് ഗീവിംഗ്, നന്ദി അർപ്പിക്കുന്ന കീർത്തനങ്ങൾ.
അതും ഇൻഡിവിജ്വൽ ആൻഡ് കമ്മ്യൂണിറ്റി എന്ന് രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. വ്യക്തിപരവും സാമൂഹ്യപരവുമാണ്. അപ്പോൾ വ്യക്തിപരമായി നന്ദി പറയുന്നു, സാമൂഹ്യപരമായി നന്ദി പറയുന്നു. എന്നാലും അതിനകത്ത് ഇലമെന്റ്സ് കോമൺ ആണ്. ഒന്ന് കോൾ ടു വർഷിപ്പ്, ആരാധനയ്ക്കുള്ളൊരു ആഹ്വാനം. പ്രൊക്ലമേഷൻ ആൻഡ് ഇൻട്രോഡക്ടറി പാർട്ട്, അതെന്താ? അതായത് ഈ താങ്ക്സ് ഗീവിങ് പറയണമെങ്കിൽ എന്തെങ്കിലും ഒരു മുഖവുര വേണമല്ലോ, അല്ലെ? കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ ഇന്ന കാര്യത്തിൽ ഭാരപ്പെട്ടിരുന്നു, ദൈവം എനിക്ക് മറുപടി തന്നു, അതുകൊണ്ട് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. അപ്പൊ അതാണ് ആ പ്രൊക്ലമേഷൻ ആൻഡ് ഇൻട്രോഡക്ടറി പാർട്ട് എന്ന് ഉപയോഗിച്ചത്. പിന്നെ മൂന്നാമത് ടെസ്റ്റിമണി, അപ്പൊ അതിൽ നിന്നൊരു സാക്ഷ്യം നമ്മൾ പറയും. 4 പ്രൈസ്. അപ്പൊ ഇതാണ് സ്തോത്ര ഗീതം എന്ന് പറയുന്നത്. അപ്പൊ സ്തുതിഗീതവും സ്തോത്രഗീതവും രണ്ടും രണ്ടാണ് എന്ന് നമ്മൾ വളരെ വ്യക്തമായിട്ട് ഗ്രഹിക്കണം. സ്തുതിഗീതം വേറെ, സ്തോത്രഗീതം വേറെ. ഇപ്പൊ സ്തുതിഗീതം പാടുക നീ മനമേ എന്ന് ഒക്കെയുള്ള പാട്ടുകൾ നമ്മളങ്ങ് പറയുമ്പോൾ സ്തുതിക്ക് യോഗ്യൻ അവൻ ഉണ്ടോ? അവൻ യോഗ്യനാണ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ചില നന്മ ചെയ്തില്ലെങ്കിലും, നാം അനുഭവിച്ച ചില പ്രതിസന്ധികൾക്ക് ദൈവം മറുപടി തന്നില്ലെങ്കിലും ദൈവം മാത്രമാണ് ആരാധനയ്ക്ക് യോഗ്യൻ. ഉണ്ടോ? വേറെ ആരും ആരാധനയ്ക്ക് യോഗ്യതയുള്ളവരല്ല. അപ്പൊ അതിനെയാണ് നമ്മൾ ഈ സ്തുതിഗീതം എന്ന് പറയുന്നത്. സ്തുതിഗീതം നമ്മളങ്ങനെ എത്രയോ ഗാനങ്ങൾ ആലപിക്കും. അതിനകത്തെല്ലാം ദൈവത്തെ നമ്മൾ മഹത്വപ്പെടുത്തുകയാണ്, ദൈവത്തെ നാം ഉയർത്തുകയാണ്. അതാണ് സ്തുതിഗീതത്തിനകത്ത് ചെയ്യുന്നത്. വേറെ ഒന്നും അതിനകത്തില്ല. ഇപ്പൊ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ഒരു പാട്ടല്ലേ, സർവസൃഷ്ടികളും ഒന്നായി പുകഴ്ത്തിടുന്ന സൃഷ്ടാവിനെ സ്തുതിക്കും ഞാൻ. സർവസൃഷ്ടികളും പുകഴ്ത്തിടുന്ന സൃഷ്ടാവിനെ ഞാൻ സ്തുതിക്കും എന്നൊക്കെ പറയുന്നത് സ്തുതിഗീതമാണ്. എന്നാൽ സ്തോത്രഗീതം എന്ന് പറയുന്നത് എന്താ? ഉണ്ടോ? എന്തായാലും ഒരു പ്രതിസന്ധി ജീവിതത്തിൽ നേരിട്ടു, അതിന് ദൈവം മറുപടി തന്നപ്പോൾ നമ്മൾ പറയുന്ന നന്ദിയാണ് താങ്ക്സ് ഗിവിംഗ്. സ്തോത്രഗീതം പാടുക നീ മനമേ, കർത്തൻ ജയം നൽകിടും നിശ്ചയമായി. അതിനകത്ത് മുഴുവൻ വായിച്ചു നോക്കിയോ, പാടി നോക്കിയോ. ഉണ്ടോ? ദൈവം ചെയ്ത പ്രവൃത്തികളാ പറയുന്നത്. താഴ്ചയിൽ നമ്മെ ഓർത്തവന്, വീഴ്ചയിൽ വീഴാതെ കാത്തവന്. സോറി. അപ്പൊ ഇതാണ് താങ്ക്സ് ഗീവിംഗ് സാം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, നന്ദി അർപ്പിക്കുന്ന ഗീതങ്ങൾ. അതെല്ലാം നിങ്ങൾക്ക് ഇപ്പം കാറ്റഗറൈസ് ചെയ്യാൻ സാധിക്കുന്നു എന്ന് എനിക്കറിയാം. ഹോവ എനിക്ക് നന്മ ചെയ്തത് കൊണ്ട്, അല്ലെങ്കിൽ എൻ്റെ പ്രാർത്ഥന കേട്ടത് കൊണ്ട് ഞാൻ അവനെ സ്നേഹിക്കുന്നു, 116 സങ്കീർത്തനമൊക്കെ പറയുന്നത്. അപ്പൊ അതൊക്കെ താങ്ക്സ് ഗീവിംഗ് സാംസ് ആണ്. നമ്മൾ തിരിച്ചറിയുക. നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി 4ാമത്തെ ഒരു ഗ്രൂപ്പാണ് ട്രസ്റ്റ് എന്ന് പറയുന്ന ആശ്രയ കീർത്തനങ്ങൾ. ആശ്രയ കീർത്തനം എന്ന് പറയുമ്പോൾ അതും ഇൻഡിവിജ്വലും കമ്മ്യൂണിറ്റിയും ഉണ്ട്. അതെന്തോ ഒറ്റ വാക്കുള്ളൂ, ട്രസ്റ്റ് ഇൻ ദ മിഡ്സ്റ്റ് ഓഫ് ഡിഫിക്കൽട്ടീസ്. ഏത് പ്രതികൂലങ്ങളുടെ നടുവിൽ, ഏത് പ്രതിസന്ധികളുടെ നടുവിൽ ദൈവത്തിൽ ആശ്രയിക്കുക. ട്രസ്റ്റ് ഇൻ ദി മിഡ്സ്റ്റ് ഓഫ് ഡിഫിക്കൽട്ടീസ്. അതെങ്ങനെയാ ഒരു സങ്കീർത്തനം തിരിച്ചറിയുന്നത്? പക്ഷെ നിങ്ങൾക്കറിയാം, ആദ്യത്തെ 2 വാചകം വായിക്കുമ്പോഴേ അറിയാം. എന്ന് പറഞ്ഞ് തുടങ്ങുമ്പോൾ തന്നെ കർത്താവേ ഞാൻ നിന്നെ ശരണം പ്രാപിക്കുന്നു. ദാറ്റ്സ് ട്രസ്റ്റ്. അപ്പൊ അത് നമുക്ക് ഒന്ന് വായിച്ചു നോക്കുമ്പോൾ തന്നെ ഏത് ഗ്രൂപ്പിൽ വരുന്നു എന്ന് നമുക്കറിയാം. അപ്പൊ ഇത് 4 സെക്ഷൻ ആണെങ്കിലും അർത്ഥാൽ ഇത് 7 ഗ്രൂപ്പാണ്. ഏതാണ് 7 ഗ്രൂപ്പ്? 1 ഹിം, 2 ഇൻഡിവിജ്വൽ ലാമെന്റ്, 3 കമ്മ്യൂണിറ്റി ലാമെന്റ്, 4 ഇൻഡിവിജ്വൽ താങ്ക്സ് ഗിവിംഗ്, 5 കമ്മ്യൂണിറ്റി താങ്ക്സ് ഗിവിംഗ്, 6 ഇൻഡിവിജ്വൽ ട്രസ്റ്റ്, 7 കമ്മ്യൂണിറ്റി ട്രസ്റ്റ്, അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി സോങ്സ് ഓഫ് ട്രസ്റ്റ്. അപ്പൊ ഇതാണ് സത്യത്തിലൊരു സങ്കീർത്തനത്തിനകത്തുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതാണ് നാം ഇതുവരെ പഠിച്ചത്. വാട്ട് വി സ്റ്റഡിഡ് സോ ഫാർ. ഇതുവരെ എന്ത് പഠിച്ചു? ഉത്തരം ഇത്രേ ഉള്ളൂ. ഈ കാണുന്ന ഒരൊറ്റ സ്ലൈഡേ ഉള്ളൂ. പക്ഷെ ഇതിനാണ് നമ്മൾ ഇത്രയും സമയങ്ങളെടുത്ത് എന്നാലേ പഠിക്കുകയുള്ളൂ. ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഗ്രഹിപ്പാൻ ഇടയായി തീർന്നല്ലോ. അപ്പം നമ്മളൊരു സങ്കീർത്തനം എടുത്താൽ ഇതിലേത് ഗ്രൂപ്പിൽ വരുന്നു എന്ന്
ഉടൻ തന്നെ നമ്മളത് കണ്ടുപിടിക്കണം. ഓക്കെ, പിന്നെ പഠിക്കുന്ന മെത്തേഡ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഒന്ന് ലൈഫ് സിറ്റുവേഷൻ, 2 മെയിൻ ഇൻറ്റന്റ് ഓഫ് ദ സാം, 3 ഡീറ്റെയിൽ സ്റ്റഡി, 4 ആപ്ലിക്കേഷൻ. ഇത് 4 കാര്യം ഒരിക്കലും മറക്കാൻ പാടില്ല. അങ്ങനെയാണ് സങ്കീർത്തനം നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് വൺ വി സ്റ്റഡീഡ് ദ ഫോളോയിങ്. നമ്മൾ പഠിച്ചു HYMN, ഹിം, എച്ച്. ഇനി എച്ച് എന്ന് കാണുമ്പോൾ സ്തുതിഗീതങ്ങളായിരിക്കുമെന്ന് നിങ്ങൾ നോട്ട് ചെയ്യണം. അതാണ് ഇതിൻ്റെ ഒരു നൊട്ടേഷൻ തിയോളജിയിൽ അല്ലെങ്കിൽ സങ്കീർത്തനത്തിൽ. എച്ച് സ്റ്റാൻഡ്സ് ഫോർ ഹിം. അതായിപ്പം ഞാൻ പറഞ്ഞു, ഇൻഡിവിജ്വൽ സോങ്സ് ഓഫ് ലാമെന്റ് എന്ന് പറയുമ്പോൾ IL സ്റ്റാൻഡ്സ് ഫോർ വ്യക്തി വിലാപ കീർത്തനങ്ങൾ. കമ്മ്യൂണിറ്റി സോങ്സ് ഓഫ് ലാമെന്റ് എന്ന് പറയുമ്പോൾ CL സാമൂഹ്യ വിലാപ കീർത്തനങ്ങൾ. CL എന്നതുകൊണ്ട് മനസ്സിലാക്കാൻ പറ്റും. ഇൻഡിവിജ്വൽ സോങ്സ് ഓഫ് താങ്ക്സ് ഗിവിംഗ് എന്ന് പറയുമ്പോൾ IT അത് വ്യക്തിഗത സ്തോത്ര കീർത്തനങ്ങളാണ്. അതാണ് IT എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ കമ്മ്യൂണിറ്റി സോങ്സ് ഓഫ് താങ്ക്സ് ഗിവിംഗ് കണ്ടോ, CT, C ഫോർ കമ്മ്യൂണിറ്റി. സോ കമ്മ്യൂണിറ്റി താങ്ക്സ് ഗിവിംഗ്. അപ്പോൾ സമൂഹമായി അല്ലെ സാമൂഹിക സ്തോത്ര കീർത്തനങ്ങൾ എന്ന് പറയാം. ദെൻ ഇൻഡിവിജ്വൽ സോങ്സ് ഓഫ് ട്രസ്റ്റ്, IST വ്യക്തിപരമായ ആശ്രയ കീർത്തനങ്ങൾ. ഞാൻ യഹോവയെ ശരണം പ്രാപിക്കുന്നു. അപ്പോൾ തന്നെ കമ്മ്യൂണിറ്റി സോങ്സ് ഓഫ് ട്രസ്റ്റ്, ഞങ്ങൾ യഹോവയിൽ ആശ്രയിക്കുന്നു. ഞങ്ങളുടെ ദൈവമേ, അങ്ങല്ലാതെ ഞങ്ങളുടെ ആശ്രയമായി വേറൊരാളില്ല. അപ്പൊ ഞങ്ങൾ എന്ന പദം വരുമ്പോഴാണ് സാമൂഹ്യ ആശ്രയ കീർത്തനങ്ങളായി മാറുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് നമ്മൾ ഇതുവരെ പഠിച്ചത് അല്ലെങ്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഒരു സങ്കീർത്തനം കൈ കിട്ടിയാൽ ഇതിൽ ഏത് ഗ്രൂപ്പിൽ വരുന്നുവെന്ന് നിങ്ങൾക്ക് പറയാനുള്ള എബിലിറ്റി കിട്ടിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് നെക്സ്റ്റ് സ്ലൈഡിലേക്ക് നമ്മൾ പോവുകയാണ്. ഓക്കെ, നെക്സ്റ്റ് സ്ലൈഡ്. നെക്സ്റ്റ് വൺ, റോയൽ സാംസ്. റോയൽ എന്ന് പറയുമ്പോൾ രാജകീയ സങ്കീർത്തനങ്ങൾ. നിങ്ങൾ എഴുതണം, രാജകീയ സങ്കീർത്തനങ്ങൾ, റോയൽ സാംസ്. രാജകീയ സങ്കീർത്തനങ്ങൾ. അപ്പൊ എന്താ ഈ രാജകീയ സങ്കീർത്തനം എന്ന് പറഞ്ഞ്? അപ്പൊ നമുക്ക് നോക്കിയ പുതിയൊരു കാറ്റഗറിയിലേക്ക് നമ്മുടെ പഠനം മാറി. ഇതുവരെ നമ്മൾ 7 എണ്ണം പഠിച്ചു. ഇനി അടുത്ത ഒരു കാറ്റഗറി റോയൽ സാംസ് അല്ലെങ്കിൽ രാജകീയ സങ്കീർത്തനം. അതായത് ഇതിനൊരു ഡെഫിനിഷൻ ഞാൻ പറയാൻ പോവാം. സങ്കീർത്തനങ്ങൾക്കകത്ത് അതിൻ്റെ മുന്നണിയിൽ അല്ലെങ്കിൽ അത് വായിച്ചു വരുമ്പോൾ, സങ്കീർത്തനം വായിച്ചു വരുമ്പോൾ ഒരു രാജാവ് അതിൻ്റെ ഫോർഗ്രൗണ്ടായി വരുന്നു എങ്കിൽ അതിൻ്റെ പേരാണ് റോയൽ സാംസ്. ഒരു സങ്കീർത്തനം നമ്മൾ വായിച്ചു വരുമ്പോൾ അതിനകത്ത് ഫോർഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ മനസ്സിലായല്ലോ, അതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യം രാജാവായിരിക്കും. അങ്ങനെ ഒരു സങ്കീർത്തനം വായിച്ചു വരുമ്പോൾ അത് മേ ബി ഹിം ആകാം, നമ്മളീ പറഞ്ഞ 7 എണ്ണത്തിൽ ഏതും ആകാം. ഹിം ആകാം, IL ആകാം, IT ആകാം, IST ആകാം, അത് C ആകാം, മീൻസ് കമ്മ്യൂണിറ്റി ആകാം, ഇൻഡിവിജ്വൽ ആകാം, ഡോണ്ട് വറി. പക്ഷേ റോയൽ സാം എന്ന് പറയുമ്പോൾ, രാജകീയ സങ്കീർത്തനങ്ങൾ എന്ന് പറയുമ്പോൾ അതിനകത്തൊരു രാജാവിനെ ആയിരിക്കും പ്രകീർത്തിക്കുക. അപ്പൊ അതൊന്ന് എഴുതിക്കേ. ഒരു സങ്കീർത്തനത്തിന്റെ ഉള്ളിൽ രാജാവിനെ പ്രകീർത്തിക്കുന്നതായി വരുന്ന കീർത്തനങ്ങളെയാണ് രാജകീയ സങ്കീർത്തനങ്ങൾ എന്ന് പറയുന്നത്. രാജാവിന് മഹത്വം കൊടുക്കുക, ബാക്കി രാജാവിനെ പ്രകീർത്തിക്കുക എന്നൊരു വാക്ക് ഞാൻ പറഞ്ഞോളൂ. എന്നാൽ ആ പ്രകീർത്തിക്കുക എന്നുള്ളതിന് എക്സ്പ്ലനേഷൻ തരാൻ പോവാണ്. രാജാവിൻ്റെ മഹത്വം, രാജാവിൻ്റെ ജനനം, രാജാവിൻ്റെ ജീവിതം, രാജാവിൻ്റെ കല്യാണം, രാജാവിൻ്റെ ഭരണം,
രാജാവിൻ്റെ വീഴ്ച, രാജാവിൻ്റെ വാഴ്ച എന്നിങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് അതിനകത്ത് ഉല്ലേഖനം ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഉള്ളടക്കമുണ്ടെങ്കിൽ അതിന് പറയുന്ന പേരാണ് രാജകീയ സങ്കീർത്തനങ്ങൾ. ഓക്കെ, അത്രയും ഞാനെന്ന് പറഞ്ഞ ഡെഫിനിഷൻ. The royal psalms are those in which the king is in the foreground. രാജാവായിരിക്കും അതിന്റെ ഫോർഗ്രൗണ്ടിൽ വരിക. നമ്മൾ എങ്ങനെ ആ സങ്കീർത്തനം വായിച്ചാൽ അതിനകത്തൊരു രാജാവിനെ പ്രകീർത്തിക്കുന്നതായിട്ട് തോന്നും. അതിനെയാണ് രാജകീയ സങ്കീർത്തനങ്ങൾ എന്ന് പറയുന്നത്. ഒരു കാര്യം ചെയ്യാം, നിങ്ങൾ 2-ാമത്തെ സങ്കീർത്തനം ദാവീദ് എഴുതിയതാണെന്ന് നമ്മൾ നേരത്തെ പഠിച്ചു. 2-ാം സങ്കീർത്തനം ദാവീദ് എഴുതിയതാണ്. കാരണം അപ്പോസ്തലപ്രവൃത്തിയുടെ പുസ്തകത്തിനകത്ത് എഴുതി വെച്ചിരിക്കുന്നു, ജാതികൾ കലഹിക്കുന്നതും വംശങ്ങൾ വ്യർത്ഥമായി നിരൂപിക്കുന്നതും എന്ത്, യഹോവയ്ക്ക് വേണ്ടി അഭിഷിക്തനും വിരോധമായി ഭൂമിയിലെ രാജാക്കന്മാരും അധിപതികളും എഴുന്നേൽക്കുന്നു എന്നൊക്കെ ദാവീദ് പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് പാടിയിട്ടുണ്ടല്ലോ എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ദാവീദാണ് ഇതിന്റെ ഗ്രന്ഥകർത്താവ്. നോ പ്രോബ്ലം, ഒരു വിഷയമില്ല. എന്നാൽ നിങ്ങൾ ഈ 2-ാമത്തെ സങ്കീർത്തനം ദയവായി ഒന്ന് വായിച്ചു നോക്കാമോ? 2-ാമത്തെ സങ്കീർത്തനം. ജാതികൾ കലഹിക്കുന്നതും വംശങ്ങൾ വ്യർത്ഥമായത് നിരൂപിക്കുന്നതും എന്ത്, യഹോവയ്ക്കും അവന്റെ അഭിഷക്തനും വിരോധമായി ഭൂമിയിലെ രാജാക്കന്മാർ എഴുന്നേൽക്കുകയും അധിപതികൾ തമ്മിൽ ആലോചിക്കുകയും ചെയ്യുന്നത്, നാം അവരുടെ കെട്ടുകളെ പൊട്ടിച്ച് അവരുടെ കയറുകളെ എറിഞ്ഞു കളക. സ്വർഗത്തിൽ വസിക്കുന്നവൻ ചിരിക്കുന്നു, കർത്താവ് അവരെ പരിഹസിക്കുന്നു. അന്ന് അവൻ കോപത്തോടെ അവരോട് അരുളി ചെയ്യും, ക്രോധത്തോടെ അവരെ ഭ്രമിപ്പിക്കും. എന്റെ വിശുദ്ധപർവ്വതമായ സിയോനിൽ ഞാൻ എന്റെ രാജാവിനെ വാഴിച്ചിരിക്കുന്നു. ഞാൻ ഒരു നിർണയം പ്രസ്താവിക്കുന്നു. യഹോവ എന്നോട് അരുളി ചെയ്തത്, നീ എന്റെ പുത്രൻ, ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു. എന്നോട് ചോദിച്ചു കൊള്ളുക, ഞാൻ നിനക്ക് ജാതികളെ അവകാശമായും ഭൂമിയുടെ അറ്റങ്ങളെ കൈവശമായും തരും. ഇരുമ്പുകോൽ കൊണ്ട് നീ അവരെ തകർക്കും, കുശവന്റെ പാത്രം പോലെ അവരെ ഉടയ്ക്കും. ആകയാൽ രാജാക്കന്മാരെ ബുദ്ധി പഠിപ്പിൻ, ഭൂമിയിലെ ന്യായാധിപന്മാരെ ഉപദേശം കൈക്കൊള്ളുവിൻ. ഭയത്തോടെ യഹോവയെ സേവിപ്പിൻ, വിറയിലോടെ ഘോഷിച്ചുല്ലസിപ്പിൻ. അവൻ കോപിച്ചിട്ട് നിങ്ങൾ വഴിയിൽ വെച്ച് നശിക്കാതിരിപ്പാൻ പുത്രനെ ചുംബിപ്പിൻ. അവന്റെ കോപം ക്ഷണത്തിൽ ജ്വലിക്കും. അവനെ ശരണം പ്രാപിക്കുന്നവരൊക്കെയും ഭാഗ്യവാന്മാർ. ഓക്കെ, ഒരു വർക്ക്ഷോപ്പ് പോലെ നിങ്ങൾ അത്രയും വായിച്ചതിൽ സന്തോഷം. അങ്ങനെയാണെങ്കിൽ കണ്ടോ, ഞാൻ എൻ്റെ രാജാവിനെ സിയോനിൽ വാഴിച്ചിരിക്കുന്നു അങ്ങനെയല്ലേ പറഞ്ഞിരിക്കുന്നു. കറക്റ്റായിട്ട് ആ വാക്യം ഉപയോഗിച്ചിരിക്കുക. പിന്നീട് പറഞ്ഞിരിക്കുന്നതും എന്താണ്? ആ രാജാവിന് കൊടുക്കുന്ന ഭരണത്തെക്കുറിച്ചാണ് അതിനകത്ത് എഴുതിയിരിക്കുന്നത്. സകലത്തെയും ഞാൻ കാൽ കീഴാക്കി തരുവോളം എന്നെല്ലാം പറഞ്ഞ് അതിനകത്ത് എഴുതി വെച്ചിരിക്കുക. അപ്പോൾ സത്യത്തിൽ നിങ്ങൾക്ക് എന്തു മനസ്സിലായി? 2-ാമത്തെ സങ്കീർത്തനം ഒരു രാജകീയ സങ്കീർത്തനമാണ്. ഞാൻ എൻ്റെ രാജാവിനെ വാഴിച്ചിരിക്കുന്നു. അപ്പം അതിന്റെ ഫോർഗ്രൗണ്ട് എന്ന് പറയുന്നത് രാജാവാണ്. ഒരു രാജാവിനെ വാഴിക്കുന്നു. ആ രാജാവിന്റെ അധികാര പരിധിയെക്കുറിച്ച് പറയുന്നു. ആ രാജാവിനെ കുറിച്ചുള്ള വർണ്ണനകളാണ് അതിനകത്ത് എഴുതി വച്ചിരിക്കുന്നത്. അപ്പൊ വംശങ്ങൾ വ്യർത്ഥമായി നിരൂപിച്ചാൽ എന്താ കാര്യം? ജാതികൾ കലഹിക്കുന്നുണ്ട്, എന്നാ കാര്യം? ഒരു കാര്യമില്ല. അധിപതികൾ തമ്മിൽ ആലോചിച്ച് അവരുടെ കയറുകളെ മുറിച്ചു കളക, അറുത്ത് കളക എന്ന് അവർ പറഞ്ഞാലും സ്വർഗത്തിൽ വസിക്കുന്നവൻ ചിരിക്കുക. സ്വർഗത്തിൽ വസിക്കുന്നവൻ ചിരിക്കുന്നു. കർത്താവ് അവരെ പരിഹസിക്കുന്നു. കാരണം അവിടെ എഴുതി വെച്ചിട്ടുണ്ട്, ഞാനൊരു നിർണയം ചെയ്തിരിക്കുന്നു, ഞാൻ എൻ്റെ രാജാവിനെ സിയോനിൽ വാഴിച്ചിരിക്കുന്നു. അപ്പൊ ആ രാജാവിനെതിരായി ആര് കരുക്കൾ നീക്കിയാലും ജയിക്കില്ല എന്ന് വളരെ വ്യക്തതയോടുകൂടി അവിടെ പറഞ്ഞിരിക്കുക. അപ്പൊ നമ്മൾ സങ്കീർത്തനം വായിക്കുമ്പം ഇപ്പൊ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയല്ലോ. ആ സങ്കീർത്തനത്തിനകത്ത് ഒരു രാജാവിനെ പ്രകീർത്തിക്കുകയോ രാജാവിന്റെ വാഴ്ചയോ രാജാവിന്റെ ഉയർച്ചയോ രാജാവിന്റെ ജീവിതമോ രാജാവിനെ വലിയവനെ കാണിക്കുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ അതവിടെ എഴുതിയിരിക്കുന്നത് ദ കിങ് ഈസ് ഇൻ ദ ഫോർഗ്രൗണ്ട്. ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നു, ഫോർഗ്രൗണ്ട് എന്ന് പറയുന്നത് നമ്മൾ വ്യത്യാസം നമുക്കറിയാം. ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ അതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ രാജാവുണ്ടെന്നാ. അങ്ങനെയല്ല,
ഫോർഗ്രൗണ്ടിൽ രാജാവുണ്ട്. ആ സങ്കീർത്തനത്തിന് മുൻപിൽ രാജാവിനെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പൊ രാജാവിനെ കുറിച്ചുള്ള വർണ്ണനകൾ ഈ രണ്ടാമത്തെ സങ്കീർത്തനം ഞാൻ ഈ ഡേറ്റ്സ് അനോട്ടേറ്റഡ് ബൈബിൾ പ്ലസ് സ്പർജൻ ഇങ്ങനെ പലതിനകത്ത് ഞാൻ ഒരിക്കൽ റെഫർ ചെയ്തപ്പോൾ അതിനകത്ത് എഴുതിയിരിക്കുന്നത് കണ്ട് ഞാൻ അത്ഭുതപ്പെട്ടു പോയി. അതിങ്ങനെയാണ്, ഇതിനകത്ത് 12 വാക്യമുള്ളൂ. 12 വാക്യങ്ങളെ രണ്ടാം സങ്കീർത്തനത്തിലുള്ളൂ. എന്നാൽ 3 വാക്യം വെച്ച് 3 വാക്യം വീതം അത് 4 സെഷനാണ്. 4 × 3 3 12 3 വാക്യങ്ങൾ വീതമുള്ള 4 സെഷൻ. ആദ്യത്തെ 3 വാക്യം, അടുത്ത 3 വാക്യം, അതിനടുത്ത 3 വാക്യം, അടുത്ത 3 വാക്യം, അത്രേ ഉള്ളൂ. ഈ 4ആയിട്ട് നമ്മൾ അതിനെ വിഭജിച്ചു. ആദ്യത്തേത് ജാതികൾ കലഹിക്കുന്നു, വംശങ്ങൾ വ്യർത്ഥമായ. ആദ്യത്തെ 3 വാക്യങ്ങൾക്ക് ആ ഗ്രന്ഥകർത്താവ് കൊടുത്തിരിക്കുന്നത് എന്താണെന്നറിയാമോ? വോയിസ് ഓഫ് ദി നേഷൻ. വോയിസ് ഓഫ് ദ നേഷൻ, ജാതികളുടെ ശബ്ദം. വോയിസ് ഓഫ് ദ നേഷൻ, ജാതികളുടെ ശബ്ദം എന്ന് അദ്ദേഹം കൊടുത്തു. ഓക്കെ, അടുത്ത 3 വാക്യം അദ്ദേഹം കൊടുത്തിരിക്കുന്നത് വോയിസ് ഓഫ് ദ ഫാദർ, പിതാവിന്റെ ശബ്ദമാണ്. അടുത്ത 3 വാക്യങ്ങളിൽ കാണും. സെക്കൻഡ്, തേർഡ് വേഴ്സസ്, രണ്ടാമത്തെ സെക്ഷനിൽ 3 വാക്യങ്ങളിൽ പിതാവിന്റെ ശബ്ദം കേൾക്കുന്നു, വോയിസ് ഓഫ് ദ ഫാദർ. അതിന് അടുത്ത 3 വാക്യങ്ങൾക്കകത്ത് വോയിസ് ഓഫ് ദി സൺ ജീസസ് ക്രൈസ്റ്റ്, അല്ലെ വോയിസ് ഓഫ് ദ സൺ, പുത്രന്റെ ശബ്ദമാണ് കേൾക്കുന്നത്. വോയിസ് ഓഫ് ദ സൺ. നാലാമത്തെ 3 വാക്യങ്ങളിൽ, ലാസ്റ്റ് 3 വാക്യങ്ങളിൽ വോയിസ് ഓഫ് ദ ഹോളി സ്പിരിറ്റ്, പരിശുദ്ധാത്മാവിന്റെ ശബ്ദം. അപ്പൊ ജാതികളുടെ ശബ്ദം, പിതാവാൻ ദൈവത്തിന്റെ ശബ്ദം, പുത്രനാൻ ദൈവത്തിന്റെ ശബ്ദം, പരിശുദ്ധാത്മാവൻ ദൈവത്തിന്റെ ശബ്ദം. ഇങ്ങനെ ഒരു വേദശാസ്ത്രി എഴുതി ഞാൻ വായിച്ചു. ഞാൻ വളരെ എനിക്ക് താല്പര്യമായിട്ട് തോന്നി. ശരിയല്ലേ? സത്യത്തിൽ അത് അങ്ങനെ വായിച്ചാലേ അത് മനസ്സിലാകത്തുള്ളൂ. എന്നാൽ അതിന്റെ ഫോർഗ്രൗണ്ട് ആരാ? രാജാവാണ്. ഞാൻ സിയോനിൽ എൻ്റെ രാജാവിനെ വാഴിച്ചിരിക്കുന്നു. അവനെ തോൽപ്പിക്കാൻ ആർക്കും കഴിയില്ല എന്ന് വ്യക്തതയോടുകൂടി അവിടെ പറഞ്ഞിരിക്കുക രണ്ടാം സങ്കീർത്തനത്തിൽ. അപ്പൊ രണ്ടാം സങ്കീർത്തനം റോയൽ സാമാണ്, രാജകീയ കീർത്തനങ്ങളാണ്, രാജകീയ കീർത്തനങ്ങൾ ഉണ്ടോ? ഓക്കെ, ലുക്ക് സാം 2, ഞാനത് സങ്കീർത്തനങ്ങൾ 2 നമ്മൾ നോക്കുക എന്ന് ഞാൻ എഴുതിയിട്ടുണ്ട്. ഓക്കെ, സോളമൻ കെയിം ടു ദ ത്രോൺ. അതിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത് ശലോമോൻ സിംഹാസനത്തിലേക്ക് വരുന്നതാണ് രംഗം. അതാണ് പറഞ്ഞത്, ഞാൻ ഒരു നിർണയം ചെയ്തിരിക്കുന്നു, എൻ്റെ രാജാവിനെ ഞാൻ സിയോനിൽ വാഴിച്ചിരിക്കുന്നു. ഇപ്പൊ ശലോമോനെ രാജാവായി അഭിഷേകം ചെയ്ത രംഗം, അതാണ് അസഷൻ എന്ന് ഉപയോഗിച്ചിരിക്കുന്നത്. അസഷൻ, സോളമൻ കെയിം ടു ദ ത്രോൺ. ബാക്ക്ഗ്രൗണ്ട്. ഓക്കെ, പിന്നീട് നിങ്ങൾക്ക് അറിയാമല്ലോ, നമ്മൾ ഈ കല്യാണത്തിനൊക്കെ വായിക്കുന്ന ഒരു സങ്കീർത്തനം 45-ാം സങ്കീർത്തനം. സത്യത്തിൽ 45-ാം സങ്കീർത്തനം ഒരു രാജകീയ സങ്കീർത്തനം തന്നെയാണ്. എന്താ കാര്യമെന്ന് ചോദിച്ചാൽ അത് വായിച്ചു നോക്കിയാൽ മതി. ഇപ്പം അത് മൊത്തം വായിക്കാൻ പോകുമ്പോൾ സമയം വെറുതെ പോകുന്നുണ്ട്, വായിക്കണമെന്നില്ല. അത് വായിച്ചു വന്നാൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. അതിനകത്തൊരു രാജാവിന്റെ കല്യാണമാണ്, വെഡിങ് ഓഫ് ദ കിങ്, ഒരു രാജാവിന്റെ കല്യാണം. അതുകൊണ്ടാണ് നമ്മൾ ഈ കല്യാണ വേദികളിലെല്ലാം ഈ 45-ാം സങ്കീർത്തനം വായിക്കുന്നത്. ഇത് മാത്രമേ വായിക്കാവോ? അല്ല, വേറെയും വായിക്കാം. ആ ശ്രീകീർത്തനങ്ങളൊക്കെ ബെസ്റ്റാണ്. അത് നമ്മൾ പഠിച്ചതിനാ. ഞാൻ എൻ്റെ കണ്ണു പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു, എനിക്ക് സഹായം എവിടെ നിന്ന് വരും, എൻ്റെ സഹായം ആകാശത്തെ ഭൂമി. കല്യാണത്തിന് അത് വായിച്ചതുകൊണ്ടും ദോഷമൊന്നുമില്ല. പക്ഷേ പൊതുവെ നമ്മുടെ ഇടയിലെല്ലാം 45-ാം സങ്കീർത്തനം കല്യാണത്തിന് വായിക്കുക, 90-ാം സങ്കീർത്തനം മരണത്തിന് വായിക്കുക. ഇങ്ങനെയൊക്കെ നമ്മൾ സങ്കീർത്തനങ്ങൾക്കൊക്കെ ഒരു
പ്രത്യേകത നൽകിയിട്ടുണ്ട്. എന്നാൽ ഈ പഠനം കൊണ്ട് അതൊക്കെ തിരുത്തപ്പെടണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. 45-ാം സങ്കീർത്തനം കല്യാണത്തിന് വായിക്കുന്നത് ഒരു തെറ്റുമില്ല, വായിക്കണം. അതിനകത്ത് ഒത്തിരി കാര്യങ്ങളുണ്ട്. നിന്റെ രാജ്ഞി ഓഫീർ തങ്കം അണിഞ്ഞ് നിന്റെ വലത്തുഭാഗത്ത് നിൽക്കുന്നു. അപ്പം നമ്മൾ മനസ്സിലാക്കണം, ഒരു സ്ത്രീ പുരുഷന്റെ വലത്തുവശത്തെ നിൽക്കാവുള്ളൂ. അതാണ് അതിനകത്ത് എഴുതിയിരിക്കുന്നത്. അപ്പൊ അതൊക്കെ ആ സമയത്ത് വെച്ച് നിന്നിട്ട് തിരുത്തുന്നതിനേക്കാൾ നല്ലത് ഈ സങ്കീർത്തനമൊക്കെ എല്ലാവരും ഒന്ന് വായിക്കുകയായിരുന്നു എങ്കിൽ വരുന്നവരങ്ങനെ തന്നെ നിന്നേനെ. പിന്നെ ആ സമയത്ത് ഒരു ടെൻഷൻ ഉണ്ടാവും. കയറി വരുന്ന സമയത്ത് ഒരു വല്ലാത്ത ടെൻഷനാണ്. അന്നേരം ഈ സ്റ്റേജിൽ ചിലപ്പോൾ അവർക്ക് ഇരിക്കാനുള്ള ചെയർ ഇട്ടിരിക്കുന്നത് ലെഫ്റ്റ് സൈഡാണോ റൈറ്റ് സൈഡാണോ അവർക്ക് അന്നേരമാണ് അവരറിയുന്നത്. അപ്പം വന്ന് നിന്നേച്ച് വലത്ത് കൈ എടുത്ത് വെച്ച് നോക്കി അങ്ങനൊന്നും പറ്റത്തില്ല. നമ്മൾ പെട്ടെന്ന് ഇമ്മീഡിയറ്റ് ആയിട്ട് പറഞ്ഞു കൊടുക്കുക, അതിൻ്റെ അടുത്തോട്ട് നിൽക്കാൻ പറയുക. അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. സ്റ്റേജിലോട്ട് വരുമ്പോൾ അങ്ങോട്ട് നിൽക്കാൻ പറയുക. അപ്പം പുരുഷന്റെ വലത്തുവശത്തായിരിക്കും സ്ത്രീ വന്ന് നിൽക്കുന്നത്. അതൊക്കെ ബിബ്ലിക്കലാണ്, ബൈബിളിൽ നിന്നുള്ള ഭാഗങ്ങളാണ് ഇതൊക്കെ പറയുന്നത്. ഇടത്തൊന്ന് നിന്നു എന്ന് കരുതി വേറെ ദോഷമൊന്നും സംഭവിക്കുന്നു എന്നല്ല. പക്ഷേ ഒരു പ്രശ്നമുണ്ട്. ഇപ്പൊ ഞാനിപ്പോ ആ ചിന്തയിൽ അങ്ങ് നിൽക്കാന്ന് വിചാരിച്ചു, ഇടത്ത് നിന്നേനാ വലത്ത് നിന്നേനാ, കുടുംബജീവിതം ധന്യമായിട്ട് പോയാൽ പോരെ. വലത്ത് നിന്നിട്ട് ഉടക്കുണ്ടാക്കി പിരിയുന്നതിനേക്കാൾ നല്ല ഇടത്ത് നിന്നിട്ട് സന്തോഷമായിട്ട് പോകുന്നതല്ലേ. അതിന് ഇടത്ത് നിന്നേനാ വലത്ത് നിന്നേനാ കുഴപ്പമൊന്നുമില്ല, സന്തോഷമായിട്ട് പോയാൽ മതി. അത് സത്യവുമാണ് കേട്ടോ, എതിരൊന്നുമല്ല. എന്നാൽ ഇപ്പൊ ഞാനിപ്പോ ഒരു കല്യാണ വേദിയിൽ ഈ ചെറുക്കനെ ഇടത്തുവശത്തും പെണ്ണിനെ വലത്തുവശത്ത് നിർത്തിയാൽ കുഴപ്പമില്ല. തിരിച്ച് കല്യാണ പെണ്ണിനെ ഇടത്തുവശത്ത് നിർത്തിയാൽ അവിടെ ഇരിക്കുന്ന മുഴുവൻ പാസ്റ്റർമാർ എഴുന്നേറ്റ് വന്ന് എന്നോട് പറയും തിരിച്ചു നിർത്താൻ പറയും. അതാണ് ഒരു പ്രശ്നം. കാരണം നമ്മുടെ ഇടയിൽ പാരമ്പര്യങ്ങൾക്ക് സ്ഥാനമുണ്ടോ? ഇല്ല ഇല്ല ഇല്ല, ഒരിക്കലും ഇല്ല. പക്ഷെ എഴുതപ്പെടാത്ത ഒത്തിരി പാരമ്പര്യങ്ങളൊക്കെ ഉണ്ട് നമ്മുടെ ഇടയിൽ. എഴുതപ്പെടാത്ത പാരമ്പര്യങ്ങളൊക്കെ ഉണ്ട്, യുനോ. അപ്പൊ ഞാനീ പറഞ്ഞത് ഇങ്ങനെയുള്ള ഒരു പാരമ്പര്യങ്ങളും നമുക്ക് സത്യത്തിൽ പാടില്ല ന്യൂ ടെസ്റ്റ്മെന്റിൽ. എങ്കിലും എന്റെ ക്ലാസ്സിനോടുള്ള ബന്ധത്തിൽ ഞാൻ പറയുകയാണ്, 45-ാം സങ്കീർത്തനം വേറെ ഒന്നും വായിക്കാനില്ല, ഉണ്ടെന്നേ. 1 Corinthians 13-ാം അധ്യായം വായിച്ചാൽ പോരെ. സ്നേഹത്തെക്കുറിച്ചുള്ള നല്ല ഒന്നാം തരം അധ്യായമല്ലേ. സ്നേഹമില്ലെങ്കിൽ ഒന്നുമില്ല. എന്നെ പ്രവചനവരം ഉണ്ടായിട്ട് എന്നാ കാര്യം? മലകളെ നീക്കുമെന്നൊക്കെ വിശ്വാസം ഉണ്ടായിട്ട് എന്നാ കാര്യം? നിനക്കുള്ള മുഴുവൻ അന്നദാനം ചെയ്തിട്ട് എന്നാ കാര്യം? ശരീരം ചുടുവാൻ ഏൽപ്പിച്ചിട്ട് എന്നാ കാര്യം? സ്നേഹം ഇല്ലെങ്കിൽ ഒന്നുമില്ല. അപ്പം 1 Corinthians 13 കല്യാണത്തിന് വായിക്കാൻ പറ്റിയ പോർഷനാണ് 1 Corinthians 13. അപ്പൊ ഒരു വെറൈറ്റി നമ്മൾ ചേഞ്ച് ചെയ്യുന്നത് നന്നായിരിക്കും എന്നാണ് എൻ്റെ അഭിപ്രായം. ഓക്കെ, അപ്പൊ ഒന്ന് ശ്രദ്ധിക്കുക. 45-ാമത്തെ സങ്കീർത്തനം അത് മൊത്തം വായിച്ചാൽ ഇന്നത്തെ സമയം മൊത്തം പോകും. അതുകൊണ്ടാണ് നിങ്ങൾ വായിക്കാൻ റെഡിയാണെന്ന് എനിക്കറിയാം. വായിക്കുന്നതിൽ നിങ്ങൾ വളരെ ഉത്സുകരുമാണ്. എന്നാൽ ഈ 45 മുഴുവൻ ഇപ്പം വായിച്ചാൽ അതായത് നമ്മുടെ സമയം കളയണ്ടല്ലോ. ആണോ? അപ്പൊ 45-ാം സങ്കീർത്തനം രാജകീയ സങ്കീർത്തനമാണ്. 45-ാം സങ്കീർത്തനം എന്താ? വെഡിങ് ഓഫ് ദ കിങ്. രാജാവിന്റെ കല്യാണമാണ് അതിനകത്ത് പ്രതിപാദിച്ചിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഞാൻ ഈ റോയൽ സാംസ് ഏതൊക്കെയാണെന്നൊന്ന് പറയട്ടെ, എളുപ്പമുണ്ടല്ലോ. റോയൽ സാംസ് 2-ാമത്തെ സങ്കീർത്തനം രാജകീയ സങ്കീർത്തനമാണ്. 18-ാമത്തെ സങ്കീർത്തനം ഒരു രാജകീയ സങ്കീർത്തനമാണ്. സ്ലൈഡിനകത്ത് ഞാൻ ഇട്ടിട്ടുണ്ട്. 20-ാമത്തെ സങ്കീർത്തനം, 21-ാം സങ്കീർത്തനം, 45-ാം സങ്കീർത്തനം, 61, 63, 72, 89, 101, 132, 135, 144 ഇത്രയും സങ്കീർത്തനങ്ങൾ റോയൽ സാംസ് ആണ്. റോയൽ സാംസ്. കാരണം ഇത്രയും നിങ്ങളുടെ കിട്ടിയല്ലോ. നിങ്ങൾ ഇത്രയും സങ്കീർത്തനം ഇപ്പൊ ഈ ടൈം സോണിൽ, ഇന്ത്യയിലെ ടൈം സോണിലുള്ളവർക്ക് ഈ ക്ലാസ് കഴിയുമ്പോൾ 10 മണിയാകും. പിന്നീട് ഒന്ന് വായിക്കാൻ പറഞ്ഞാൽ ചിലപ്പം ശരിയായി വായിച്ചെന്ന് വരികയില്ല. എന്നാൽ ഇന്ത്യയിൽ അല്ലാത്തവർക്ക് രാത്രി ആയില്ലല്ലോ. ഇത് കഴിഞ്ഞ് കുറച്ച് സമയം കൂടി ഒന്ന് വായിക്കാൻ പറ്റും. ഈ സങ്കീർത്തനങ്ങളൊക്കെ ഒന്ന് വായിച്ചു നോക്കിയാൽ അതിനകത്തൊന്ന് രാജാവിനെ പ്രൈസ് ചെയ്യുന്ന വാക്യം ഒന്ന് കണ്ടുപിടിക്കണം. അവിടെയാണ് നമ്മുടെ വിജയം ഇരിക്കുന്നത്. ഉണ്ടോ? ഓരോ സങ്കീർത്തനങ്ങൾ എടുത്ത് വായിക്കുമ്പോൾ രാജാവിനെ ഉയർത്തുന്ന, രാജാവിനെ പ്രകീർത്തിക്കുന്ന, രാജാവിനെ അഭിനന്ദിക്കുന്ന, രാജാവിന്റെ മഹത്വത്തെ വർണ്ണിക്കുന്ന വാക്യം ഏത് എന്ന് കണ്ടുപിടിക്കണം. അങ്ങനെ കണ്ടുപിടിക്കുമ്പോൾ നമുക്ക്
നമ്മൾ കൺഫേംഡ് ആകും. അതാണ് രാജകീയ സങ്കീർത്തനങ്ങൾ. നാളെ രാജകീയ സങ്കീർത്തനത്തെ കുറിച്ച് ക്ലാസ് എടുക്കാൻ പറഞ്ഞാൽ നിങ്ങൾ എടുക്കുമല്ലോ. അതിനുള്ള എബിലിറ്റി കിട്ടിയാൽ മതി. ഇനി ഓക്കെ, ഈ രാജകീയ സങ്കീർത്തനങ്ങൾ രാജാവിനെ ഉയർത്തുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം ഞാൻ പറഞ്ഞു തരിക. ലൈഫ് സിറ്റുവേഷൻ നിങ്ങൾ കണ്ടുപിടിക്കണം. ഉണ്ടോ? ലൈഫ് സിറ്റുവേഷൻ അല്ലെങ്കിൽ ജീവിത പശ്ചാത്തലം. രണ്ടാമത് പ്രധാനപ്പെട്ട ഉദ്ദേശം എന്താണെന്ന് കണ്ടുപിടിക്കണം. മെയിൻ ഇന്റന്റ് ഓഫ് ദ സാം. മൂന്നാമത് അതെ, ഡീറ്റെയിൽഡ് സ്റ്റഡി, വിശദമായ പഠനം നമ്മൾ നടത്തണം. നാലാമത് ആപ്ലിക്കേഷൻ എന്നൊരു ഭാഗമുണ്ട്. അത് നിങ്ങൾ വിട്ടുകളയരുത്. ശലോമോൻ രാജാവായെന്നും ശലോമോന്റെ കല്യാണത്തിന് വാലിതാന്ന് പറഞ്ഞു വിട്ടാൽ അതുകൊണ്ട് തന്നെ പ്രയോജനം? അത് ചരിത്ര സത്യം അത്രേ ഉള്ളൂ. അതിനെ നമ്മൾ അപ്ലൈ ചെയ്യണം, ആപ്ലിക്കേഷൻ കൊണ്ടുവരണം. ഇന്നത്തെ കാലഘട്ടത്തോട് ഇതിനെ എങ്ങനെ കൊണ്ടുവരാൻ കഴിയും? നമ്മൾ പറയണം, ആ രാജാക്കന്മാരുടെ വാഴ്ചയെല്ലാം താൽക്കാലികമായ വാഴ്ച മാത്രമേ ഉള്ളായിരുന്നു. എന്നേക്കും സിംഹാസനസ്ഥനാകുവാൻ ശൗലിനോ ദാവീദിനോ ശലോമോനോ ഇതര രാജാക്കന്മാർക്ക് ആർക്കും കഴിഞ്ഞിട്ടില്ല. അവരുടെയൊക്കെ വാഴ്ചകൾ ചില വർഷങ്ങൾ മാത്രമേ ഉള്ളായിരുന്നു. എന്തിനത് പറഞ്ഞെന്ന് മനസ്സിലായോ? നമ്മുടെ രാജാവ് ആരാണ്? ഉണ്ടോ? രാജാതി രാജാവായവനാണ്. ഓ, കിങ് ഓഫ് കിങ്സ്. ഹി ഈസ് ദ കിങ് ഓഫ് കിങ്സ്, ലോർഡ് ഓഫ് ലോർഡ്സ്. രാജാതി രാജാവാണ്, കർത്താതി കർത്താവാണ്. ആ ഒരു മഹാദൈവം നമുക്കുണ്ട്. ആ ദൈവമാണ് നിത്യനായ രാജാവ്. അപ്പൊ നമ്മൾ എസ്കറ്റോളജിക്കൽ ഇഷ്യൂ പറയണം. ഒരു എസ്കറ്റോളജി എന്ന് പറഞ്ഞാൽ ഭാവി കാലം. എന്താണ് ഒരു ഭാവി കാലത്തിൽ പറയുന്നത്? എസ്കറ്റോളജിക്കൽ ഇഷ്യൂ. യേശു ക്രിസ്തു രാജാവായി വേഗം വരുന്നു. അപ്പോ നമ്മുടെ ദൈവം ആദ്യം ഇവിടെ അവതരിച്ച് ഈ ഭൂമിയിൽ വന്നു. അത് രാജാവായിട്ടായിരുന്നില്ല, മാനവവർഗത്തിന്റെ പാപങ്ങളുടെ പരിഹാരത്തിന് വേണ്ടി വന്നു. ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരു എടുത്ത വേഷത്തിൽ മനുഷ്യനായി തന്നെത്താൻ താഴ്ത്തി തന്നെത്താൻ ഒഴിച്ച് ക്രൂശിലെ മരണത്തോളം അനുസരണമുള്ളവനായി തീർന്നു. നെക്സ്റ്റ്, സകലത്തിന് മേലായ നാമം ദൈവം അവന് നൽകി. ആ ദൈവം സ്വർഗാരോഹണം ചെയ്തു, അല്ലെ യേശു ക്രിസ്തു സ്വർഗാരോഹണം ചെയ്തു. അപ്പോൾ രണ്ട് ദൂതന്മാർ വെള്ളവസ്ത്രധാരികളായി പറയുന്ന വാക്ക്, ഗലീല പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്ന എന്ത്? നിങ്ങളെ വിട്ട് സ്വർഗാരോഹണം ചെയ്ത ഈ യേശു ക്രിസ്തുവിനെ സ്വർഗത്തിലേക്ക് പോകുന്നവനായി നിങ്ങൾ കണ്ടതുപോലെ തന്നെ അവൻ വീണ്ടും വരും. അപ്പൊ ഈ ഫോർഗ്രൗണ്ടിൽ വന്ന രാജാവ് മശിഹയാണെന്ന് നമ്മൾ തെളിയിക്കുമ്പോഴാണ് ആ സങ്കീർത്തനത്തിന്റെ ആപ്ലിക്കേഷൻ നടക്കുന്നത്. റോയൽ സാംസ്, രാജകീയ സങ്കീർത്തനങ്ങൾ. രാജകീയ സങ്കീർത്തനങ്ങൾ നിങ്ങൾക്ക് ഗ്രഹിക്കാൻ കഴിഞ്ഞു എന്ന് ഞാൻ കരുതുന്നു. ഓക്കെ, നെക്സ്റ്റ് വൺ, എൻത്രോൺമെന്റ് സാംസ് അല്ലെങ്കിൽ സ്ഥാനാരോഹണ ഗീതങ്ങൾ അല്ലെങ്കിൽ സങ്കീർത്തനങ്ങൾ. എന്തോ സ്ഥാനാരോഹണ ഗീതങ്ങൾ? enthronement psalms or enthronement hymns. enthronement may be hymn ആയിരിക്കാം, നോ പ്രോബ്ലം. നമ്മൾ ഹിമ്മിന്റെ വെച്ച് നമ്മൾ പഠിക്കണം. ഹിമ്മിന്റെ വെച്ച് അതിനെ നമ്മൾ എഴുതുന്ന കോൾ ടു വർഷിപ്പ് ഉണ്ടാവും. വാട്ട് ഗോഡ് ഈസ് ഡൺ ഓർ വാട്ട് ഗോഡ് ഹാസ് ഡൺ ആൻഡ് വാട്ട് ഗോഡ് ഈസ് ലൈക്ക്, ഇതെല്ലാം അതിനകത്തുണ്ട്. നമ്മൾ അതെല്ലാം എഴുതും. എന്നാൽ നമ്മളത് വായിച്ചു വരുമ്പോൾ സ്ഥാനാരോഹണ സങ്കീർത്തനം എന്ന് പറയുന്ന ഒരു കീർത്തനം, നമുക്കൊരു കാര്യം ചെയ്യാം. 47 സങ്കീർത്തനം ഒന്ന് എടുത്ത്, Psalm 47.
47. ഓക്കെ, ആ സങ്കീർത്തനം ഒന്ന് വായിക്കാമോ? സകല ജാതികളുമായുള്ളവരെ കൈകൊട്ടുവീൻ, ജയഘോഷത്തോട് ദൈവസന്നിധിയിൽ ആർക്കുവീൻ. അത്യുന്നതനായ യഹോവ ഭയങ്കരൻ, അവൻ സർവ്വഭൂമിക്കും മഹാരാജാവാകുന്നു. അവൻ ജാതികളെ നമ്മുടെ കീഴിലും വംശങ്ങളെ നമ്മുടെ കാൽ കീഴുമാക്കുന്നു. അവൻ നമുക്ക് നമ്മുടെ അവകാശത്തെ തിരഞ്ഞെടുത്തു തന്നു. താൻ സ്നേഹിച്ച യാക്കോബിൻ ശ്ലാഘ്യഭൂമിയെ തന്നെ. ദൈവം ജയഘോഷത്തോടും യഹോവ കാഹളനാദത്തോടും കൂടെ ആരോഹണം ചെയ്യുന്നു. ദൈവത്തിന് സ്തുതി പാടുവീൻ, സ്തുതി പാടുവീൻ. നമ്മുടെ രാജാവിന് സ്തുതി പാടുവീൻ, സ്തുതി പാടുവീൻ. ദൈവം സർവ്വഭൂമിക്കും രാജാവാകുന്നു. ഒരു ചാതുര്യ കീർത്തനം പാടുവീൻ. ദൈവം ജാതികളെ ഭരിക്കുന്നു. ദൈവം തന്റെ വിശുദ്ധ സിംഹാസനത്തിൽ ഇരിക്കുന്നു. വംശങ്ങളുടെ പ്രഭുക്കന്മാർ അബ്രഹാമിൽ ദൈവത്തിന്റെ ജനമായി ഒന്നിച്ചു കൂടുന്നു. ഭൂമിയിലെ പരിചകൾ ദൈവത്തിനുള്ളവയല്ലോ, അവൻ ഏറ്റവും ഉന്നതനായിരിക്കുന്നു. ഓക്കെ, അപ്പൊ എൻത്രോൺമെന്റ് സാം, സ്ഥാനാരോഹണ സങ്കീർത്തനം എന്ന് പറയുമ്പോൾ യഹോവയുടെ രാജത്വത്തെയും മഹത്വത്തെയും സർവഭൂമിയിൽ ഘോഷിക്കുന്നു. ഈ 47-ാം സങ്കീർത്തനം എന്ന് പറയുന്നതിന്റെ 1-ാം വാക്യവും 6-ാം വാക്യവും ഒന്ന് തന്നെയാണ് അല്ലെ? 1-ാം വാക്യം 6-ാം വാക്യം, 2-ാം വാക്യം 7-ാം വാക്യം ഒന്ന് തന്നെയാണ്, 3-ാം വാക്യം 8-ാം വാക്യം ഒന്ന് തന്നെയാണ്, 4-ാം വാക്യം 9-ാം വാക്യം ഒന്ന് തന്നെയാണ്. ഒരു വശത്ത് അബ്രഹാം എന്നോ മറ്റിടത്ത് യാക്കോവിന്റെ ശ്ലാഘ്യഭൂമി എന്നോ കണ്ടെന്ന് വരാം. മീനിങ് എല്ലാം ഒന്ന് തന്നെയാണ്. 1, 6, 2, 7, 3, 8, 4, 9 ഈ വാക്യങ്ങൾ തമ്മിൽ കോറിലേറ്റഡ് ആണ്. അത് ഒന്ന് തന്നെയാണ്. അപ്പൊ അതിനകത്ത് എങ്ങും തൊടാൻ നിൽക്കുന്ന ഒരു വാക്യം ഉണ്ടെങ്കിൽ 5-ാം വാക്യം മാത്രവും. എന്താണ് 5-ാം വാക്യം പറഞ്ഞിരിക്കുന്നത്? 5 മാത്രം ഒന്ന് വായിക്കാമോ? ദൈവം ജയഘോഷത്തോടും യഹോവ കാഹളനാദത്തോടും കൂടെ ആരോഹണം ചെയ്യുന്നു. ദൈവം ജയഘോഷത്തോടും യഹോവ കാഹളനാദത്തോടും കൂടി ആരോഹണം ചെയ്യുന്നു. ഈ 47-ാം സങ്കീർത്തനത്തിന് കൊടുക്കുന്ന ബാക്ക്ഗ്രൗണ്ട് ചില വേദശാസ്ത്രം കൊടുക്കുന്ന ഇങ്ങനെയാണ്. ഈ ആണ്ടുപിറവി വരുമ്പോൾ, പുതിയ വർഷത്തിലേക്ക് കയറുമ്പോൾ ഈ സിംഹാസനത്തിലോട്ട് തന്നെ ഒന്നുകൂടെ രാജാവിനെ കയറ്റിയിരുത്തും. സ്ഥാനാരോഹണം എന്നിട്ട് പാടുന്ന ഗീതം സകല ജാതികളുമായുള്ളവരെ കൈകൊട്ടുവീൻ, സകല ജാതികളുമായുള്ളവരെ കൈകൊട്ടുവീൻ. നമ്മുടെ ദൈവം മഹാരാജാവാകുന്നു. 1. അപ്പൊ ഈ സ്ഥാനാരോഹണ ഗീതങ്ങൾ എന്ന് പറയുന്നത് എളുപ്പം കണ്ടുപിടിക്കാനുള്ള മാർഗം പറയാം. ചില സങ്കീർത്തനത്തില് നിങ്ങൾ ശ്രദ്ധിക്കണം. ഈ മുൻപലത്തെ സങ്കീർത്തനത്തെ കുറിച്ച് ഞാൻ പറഞ്ഞത് റോയൽ സാംസ് എന്നായിരുന്നു. അതിനകത്ത് രാജാവിന്റെ മഹത്വത്തെ കുറിച്ചാണ്. എന്നാൽ എൻത്രോൺമെന്റ് സാം എന്ന് പറഞ്ഞാൽ യഹോവയുടെ രാജത്വത്തെക്കുറിച്ചും യഹോവയുടെ മഹത്വത്തെക്കുറിച്ചും സർവ്വഭൂമിയിൽ ഘോഷിക്കുക. അപ്പൊ യഹോവ വാഴുന്നു എന്നൊരു സങ്കീർത്തനത്തിൽ നിങ്ങൾ കണ്ടാൽ ഗോഡ് അല്ലെങ്കിൽ യാഹ്വേ റിയൂൻസ്, യഹോവ വാഴുന്നു. ആ സങ്കീർത്തനം സ്ഥാനാരോഹണ ഗീതങ്ങളായിരിക്കും. കണ്ടുപിടിക്കാനുള്ള എളുപ്പ വഴി ഞാൻ പറഞ്ഞു തന്നു. നോക്കിക്കോളൂ. എന്നിട്ട് ഞാൻ ആ സങ്കീർത്തനങ്ങളുടെ പേര് എഴുതി വെച്ചിട്ടുണ്ട്. 47-ാം സങ്കീർത്തനം, 93-ാം സങ്കീർത്തനം പെട്ടെന്ന് നോക്കി യഹോവ വാഴുന്നു എന്നൊരു പദം മാത്രം ഒന്ന് വായിച്ചു നോക്കിയാൽ ഉണ്ടോ? 93 യഹോവ വാഴുന്നു മതി. 96 യഹോവയ്ക്ക് ഒരു പുതിയ പാട്ട് പാടി. ഓക്കെ. ഇച്ചിരി 2-3 വാക്യം വായിക്കുമ്പോൾ ഇടയ്ക്ക് യഹോവ വാഴുന്നു എന്ന് കാണും.
യഹോവയ്ക്ക് ഒരു പുതിയ പാട്ട് പാടുവീൻ. സകല ഭൂവാസികളുമായുള്ളവർ യഹോവയ്ക്ക് പാടുവീൻ. യഹോവയ്ക്ക് പാടി അവന്റെ നാമത്തെ വാഴ്ത്തുവീൻ. നാൾതോറും അവന്റെ രക്ഷയെ പ്രസിദ്ധമാക്കുവീൻ. ജാതികളുടെ ഇടയിൽ അവന്റെ മഹത്വവും സകല വംശങ്ങളുടെ ഇടയിൽ അവന്റെ അത്ഭുതങ്ങളും വിവരിപ്പീൻ. ഓക്കെ, യഹോവ വലിയ മതി. ബാക്കി നിങ്ങൾ വായിച്ചാൽ 97 ഉണ്ടോ? യഹോവ വാഴുന്നു. 98. യഹോവയ്ക്ക് ഒരു പുതിയ പാട്ട് പാടുവിൻ. അവൻ അത്ഭുതങ്ങളെ പ്രവർത്തിച്ചിരിക്കുന്നു. അവന്റെ വലങ്കയും അവന്റെ വിശുദ്ധ ഭുജവും അവന് ജയം നേടിയിരിക്കുന്നു. യഹോവ തന്റെ രക്ഷയെ അറിയിച്ചും ജാതികൾ കാണെ തന്റെ നീതിയെ വെളിപ്പെടുത്തിയുമിരിക്കുന്നു. അവൻ ഇസ്രായേൽ ഗൃഹത്തിനു തന്റെ ദയയും വിശ്വസ്തയും ഓർത്തിരിക്കുന്നു. ഓക്കെ, വായിച്ചു വരുമ്പോ കാണാം. 99. യഹോവ വാഴുന്നു. യഹോവ വാഴുന്നു. ഓക്കെ, ജാതികൾ അപ്പൊ നോക്കിയോ, ഈ 47, 93, 96, 97, 98, 90 ഓർത്തിരിക്കുന്നത് 97, 98, 99 തുടർച്ചയായിട്ടുള്ളതാണല്ലോ. 96, 97, 98, 99 4 എളുപ്പമായി. അതിന്റെ പുറകിൽ 93, അതിന്റെ പുറകിൽ 47. യഹോവ വാഴുന്നു. The Lord reigns. ഇതിനെയാണ് സ്ഥാനാരോഹണ ഗീതങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഞാന് ഈ 47 സങ്കീർത്തനത്തിന്റെ അകത്തെ 5-ാമത്തെ വാക്യം ഒരല്പനേരം ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോവാം. 47 ഒരെണ്ണം, ബാക്കി നിങ്ങൾ തന്നെ എക്സ്പ്ലെയിൻ ചെയ്തോളുക. 47-ാമത്തെ സങ്കീർത്തനത്തിന്റെ 5-ാമത്തെ വാക്യം ഒരിക്കൽ കൂടെ വായിച്ചാട്ടെ. ദൈവം ജയഘോഷത്തോടും യഹോവ കാഹളനാദത്തോടും കൂടെ ആരോഹണം ചെയ്യുന്നു. ഓക്കെ, അപ്പൊ നമ്മൾ ഇതെങ്ങനെയാ പ്രസംഗിക്കുന്നത്, അല്ലെങ്കിൽ എങ്ങനെ പഠിക്കും? പഠിച്ചിട്ട് വേണം പ്രസംഗിക്കാൻ, അല്ലെങ്കിൽ പിന്നെ പ്രസംഗിച്ച് പഠിക്കേണ്ടി വരും. അപ്പൊ നമ്മൾ നല്ലവണ്ണം പഠിക്കണം. പഠിക്കണമെങ്കിൽ ഉള്ള അതിന്റെ പോയിന്റ് മറക്കല്ലേ. ലൈഫ് സിറ്റുവേഷൻ, ജീവിത പശ്ചാത്തലം. ഞാൻ ആവർത്തിച്ച് പറയാം, നിങ്ങളുടെ മനസ്സിനകത്ത് അതങ്ങ് ആഴത്തിൽ പതിയണം. ആവർത്തന വിരസത ഉണ്ടാകുകയാണെന്ന് എനിക്കറിയാം. കാരണം ഇത് നിങ്ങൾ ആഴത്തിൽ പതിയണം. ലൈഫ് സിറ്റുവേഷൻ, മെയിൻ ഇന്റന്റ് ഓഫ് ദ സാം, ഡീറ്റെയിൽഡ് സ്റ്റഡി ആൻഡ് ആപ്ലിക്കേഷൻ. ഈ 4 കാര്യം ഇല്ലെങ്കിൽ സങ്കീർത്തനം ഈസ് എ വെയിൻ. അത് വലിയ പരാജയമാണ് പ്രിയരെ. ഈ 4 കാര്യം നമ്മൾ പഠിച്ചേ പറ്റൂ. അങ്ങനെ ഈ 4 കാര്യങ്ങൾ നമ്മൾ പഠിച്ചു വരുമ്പോ ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് നിങ്ങൾക്ക് കിട്ടും. 47-ന്റെ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ നിങ്ങൾക്ക് കിട്ടും. അതിനെന്ത് വേണം? ബിബ്ലിക്കൽ ടൂൾസ് വേണം. ഒക്കെ നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ബിബ്ലിക്കൽ ടൂൾസ്, ബൈബിൾ ഡിക്ഷണറി, ബൈബിൾ കമന്ററി, ബൈബിൾ വേർഷൻസ്, ദെൻ വരുന്ന സാധനങ്ങളെല്ലാം നമുക്ക് ചില കൺകോർഡൻസ് ബൈബിളുകള്, സ്റ്റഡി ബൈബിളുകള്, ദെൻ ലെക്സിക്കൺ ഉണ്ടെങ്കിൽ അത്, ഇതെല്ലാമാണ് നമുക്ക് അറിവുകൾ പകർന്നു തരുന്നതും ആശയങ്ങൾ വിപുലീകരിക്കാൻ പറ്റുന്നതും. ഇതെല്ലാം നമ്മൾ പഠിക്കണം. ഈ 47-ന്റെ 5-ാമത്തെ വാക്യം കണ്ടോ? യഹോവ കാഹളനാദത്തോടും ദൈവം ജയഘോഷത്തോടും കൂടെ ആരോഹണം ചെയ്യുന്നു. ശ്രദ്ധിക്കും. അപ്പം ഇസ്രയേലിന്റെ ചരിത്രത്തിൽ ഒരു രാജാവിനെ അവർ വാഴിച്ചപ്പോൾ, അഥവാ വീണ്ടും ആ സ്ഥാനത്തേക്കൊന്ന് ആരോഹണം ചെയ്യാൻ നേരം ഇതാണ് അവർ ഉപയോഗിച്ചിരുന്ന ഗീതം. കണ്ടോ? അങ്ങനെയാണെങ്കിൽ ഇസ്രയേലിൽ ദൈവം ആരോഹണം ചെയ്ത രംഗങ്ങൾ എവിടെയൊക്കെയാ? ഇസ്രയേലിൽ ദൈവം ചെയ്ത പ്രവൃത്തികൾ എന്തൊക്കെയാണ്? ഇസ്രയേലിൽ ദൈവത്തിന്റെ മഹത്വകരമായ പ്രവൃത്തികൾ അവർക്കറിയുവാനായിട്ടിടയായിത്തീർന്നു. ഓക്കെ, അങ്ങനെയെങ്കിൽ നാം വളരെ ഗൗരവമായി മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, ഇസ്രയേലിൽ ദൈവം ആരോഹണം ചെയ്ത രംഗങ്ങൾ ഏതൊക്കെയാണ്. അപ്പൊ നമുക്ക് അതിനകത്തുനിന്ന് തന്നെ പാസ്റ്റ് ഈവന്റ് ഒരെണ്ണം എടുക്കുക, 2 പ്രസന്റ് ഈവന്റ് എടുക്കുക, 3 ഫ്യൂച്ചർ ഈവന്റ് എടുക്കുക. ഹിസ്റ്ററിയിൽ നിന്നൊരു സംഭവം എടുക്കുക, വർത്തമാനകാലത്തിൽ നിന്ന് ഒരു സംഭവം കൊണ്ടുവരിക, ഭാവി കാലത്തിലും ഒരു സംഭവം കൊണ്ടുവരുമ്പോൾ ഈ സങ്കീർത്തനത്തിന്റെ
ആപ്ലിക്കേഷനും കഴിയും. ശ്രദ്ധിക്കണം. അപ്പോൾ നിങ്ങൾ വളരെ ഗൗരവമായി അതിനെക്കുറിച്ച് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ദ പാസ്റ്റ് മീൻസ് ഹിസ്റ്റോറിക്കൽ, ദ ഫ്യൂച്ചർ മീൻസ് എസ്കറ്റോളജിക്കൽ. ഓക്കെ. പഴയ നിയമത്തിൽ അഥവാ ഇവരുടെ ഇസ്രായേലിന്റെ ചരിത്രത്തിൽ യഹോവ രക്ഷിച്ച ഈവൻസ് എത്രയോ എത്രയോ വർണ്ണിക്കാനുണ്ട്. അതിലെ പഴയ നിയമം മുഴുവൻ പിടികിട്ടിയില്ല. നമ്മുടെ മിരിയാം സഹോദരി തപ്പെടുത്ത് പാടിയില്ലേ? എന്തുവാ പാടിയത്? ഫറവോനു ഞാൻ ഇനി അടിമയല്ല, പരമസിയോനിൽ ഞാൻ അന്യനല്ല. നമ്മുടെ മിരിയാം സഹോദരി ഈ പാട്ട് പാടിയത് എപ്പോഴാ പാടിയത്? ഇവരെ തകർക്കുവാൻ നിന്ന ഫറവോനും സൈന്യവും ചെങ്കടലിൽ മുങ്ങിയപ്പോഴല്ലേ ഇവർ ഈ പാട്ട് പാടിയത്. അപ്പം ഒരു പാസ്റ്റ് ഈവന്റ് അവർക്കുണ്ട്. ഒരു ഈവന്റ് പറയുന്നത്, ബാക്കി ഇഷ്ടംപോലെ ഈവന്റ്സ് നീക്കൊണ്ടിരാം. അങ്ങനെ പറഞ്ഞു പോയാൽ നമ്മുടെ സങ്കീർത്തനം ഒരു സഭയെ മുഴുവൻ പ്രസംഗിക്കേണ്ടി വരും. നമ്മൾ ഒരു ഈവന്റ് കൊടുക്കുക. മിസ്രൈമിന്റെ അടിമത്വത്തിൽ കഴിഞ്ഞ ഇസ്രായേൽ ജനം അവിടെ നിന്ന് വിടുതൽ നേടി അവിടെ മുമ്പിൽ പേടി സ്വപ്നമായിരുന്ന ചെങ്കടലിനെ വിഭജിച്ചുകൊണ്ട് ഇസ്രായേൽ ജനം ഇക്കരെ കടന്നു. മിറാക്കിൾ, ഏറ്റവും വലിയൊരു അത്ഭുതമായിരുന്നു. വലിയൊരു അത്ഭുതം ഉണ്ടോ? അവർക്കത് മറക്കാൻ കഴിയില്ല പ്രിയരെ. ഇസ്രായേലിന് മറക്കാൻ പറ്റില്ല. നമ്മുടെ ജീവിതത്തിൽ ദൈവം ചെയ്ത പ്രവൃത്തികളൊന്ന് ഓർത്തു നോക്കിയേ. കഴിഞ്ഞ നാളുകളിൽ ദൈവം നമ്മോട് ചെയ്ത പ്രവൃത്തികൾ ഓർക്കുമ്പോൾ നമുക്ക് നമ്മുടെ ദൈവത്തെ ഉപേക്ഷിക്കാൻ കഴിയുമോ? കഴിയില്ല. സങ്കീർത്തനങ്ങളുടെ പുസ്തകത്തിനകത്ത് 72 സങ്കീർത്തനം എടുക്കാമോ? സങ്കീർത്തനം 72. ഐം സോറി, 74. ഞാൻ 74 സങ്കീർത്തനം. 12, 13, 14 വാക്യം ഒന്ന് വായിക്കുമോ? ദൈവം രാജാവാകുന്നു, മധ്യേ അവൻ രക്ഷ പ്രവർത്തിക്കുന്നു. നിന്റെ ശക്തി കൊണ്ട് നീ സമുദ്രത്തെ വിഭാഗിച്ചു, വെള്ളത്തിലുള്ള തിമിംഗലങ്ങളുടെ തലകളെ ഉടച്ചു കളഞ്ഞു. ലിവ്യാഥാന്റെ തലകളെ നീ തകർത്തു, മരുവാസികളായ ജനത്തിന് അതിനെ ആഹാരമായി കൊടുത്തു. ഓക്കെ, അത് എന്താണ് 74 സങ്കീർത്തനം? നീ ഞങ്ങളെ സദാകാലത്തേക്ക് തള്ളിക്കളഞ്ഞത് എന്ത്? അപ്പൊ നമ്മളത് വായിക്കുമ്പോൾ തന്നെ ഇത് കമ്മ്യൂണിറ്റി ലാമെന്റ് ആണ്. ഉണ്ടോ? നീ സദാകാലത്തേക്ക് ഞങ്ങളെ തള്ളിക്കളഞ്ഞെന്ത്? നിന്നെ വെച്ചപ്പുറത്തെ ആടുകളുടെ നേരെ നിന്റെ കോപം പുകയുന്നത്? നീ പണ്ടേ സമ്പാദിച്ചിന്റെ സഭയെയും നീ വീണ്ടെടുത്തിന്റെ അവകാശത്തിന് ശിവൻ പർവ്വതത്തെ ഓർക്കണമേ. നിത്യശൂന്യങ്ങളിലേക്ക് നിന്റെ കാലടി വെക്കണമേ. അപ്പൊ ഒരു കമ്മ്യൂണിറ്റി ലാമെന്റ് ആണ്. ആ കമ്മ്യൂണിറ്റി ലാമെന്റിനകത്ത് ഇങ്ങനെ പറഞ്ഞു അങ്ങോട്ട് വരുമ്പം ഇസ്രയേലിൽ ദൈവം ചെയ്ത ഒരു പാസ്റ്റ് ഈവന്റ് ഇവിടെ ചൂണ്ടിക്കാണിച്ചിരിക്കുക. ദൈവം പുരാതനമേ എൻ്റെ രാജാവാകും, ഭൂമിയുടെ മധ്യേ അവൻ രക്ഷ പ്രവർത്തിക്കും. എന്തുവാ ദൈവം ചെയ്ത രക്ഷ? നിന്റെ ശക്തി കൊണ്ട് നീ സമുദ്രത്തെ വിഭാഗിച്ചു. നിന്റെ ശക്തി കൊണ്ട് നീ സമുദ്രത്തെ വിഭാഗിച്ചു. എങ്ങനെയാ സമുദ്രം വിഭാഗിക്കപ്പെട്ടത്? മോശയുടെ കഴിവായിരുന്നോ? അല്ല എന്ന് എന്റെ ശ്രോതാക്കളെല്ലാം പറയും. മോശയുടെ കഴിവല്ല. മോശ നിലവിളിച്ചപ്പോ ദൈവം പറഞ്ഞു, നിന്റെ കയ്യിൽ എന്നതാ? വടിയാ, അങ്ങോട്ട് നീട്ടാൻ പറഞ്ഞു. അങ്ങോട്ട് നീട്ടിയപ്പോൾ കാറ്റടിച്ചു എന്നല്ലേ ബൈബിൾ എഴുതിയിരിക്കുന്നത്. കാറ്റടിച്ച് വെള്ളം ചിറ പോലെ അക്കരെ ഇക്കരെ നിന്നു. നടുക്കൂടെ ഉണങ്ങിയ വഴി ദൈവം അവർക്ക് വേണ്ടി ഒരുക്കി കൊടുത്തു. നിന്റെ ശക്തി കൊണ്ട് നീ സമുദ്രത്തെ വിഭാഗിച്ചു. നെക്സ്റ്റ് വൺ, വെള്ളത്തിലുള്ള തിമിംഗലങ്ങളുടെ തലകളെ ഉടച്ചു കളഞ്ഞു.
അതെന്തുവാ? ആ സമയത്ത് ഇങ്ങനെ വെള്ളം അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയപ്പോൾ അതിന്റെ അടിയിലുണ്ടായിരുന്ന തിമിംഗലങ്ങളുടെ എല്ലാം തല ഉടഞ്ഞു പോയെന്ന വല്ലതും ആണോ? ഒരിക്കലും അല്ല. അക്ഷരികമായ തിമിംഗലത്തെ കുറിച്ച് അല്ല ഇത് പറഞ്ഞത്. തിമിംഗലങ്ങൾ എന്ന് വിശേഷിപ്പിച്ചത് ഫറവോന്റെ സൈന്യത്തെയാണ്. ആ സൈന്യത്തെ മുഴുവൻ ഈ നശിപ്പിച്ചു കളഞ്ഞു, തകർത്ത് കളഞ്ഞു. വെള്ളത്തിലുള്ള തിമിംഗലങ്ങളുടെ തലകളെ ഉടച്ചു കളഞ്ഞു. അപ്പൊ എങ്ങനെ വെള്ളത്തിലുള്ള തിമിംഗലങ്ങൾ എന്ന് പറയുന്നത് എങ്ങനെയാ പറയാം? ഈ ജനം അക്കരെ കടന്നപ്പോ അതേ വഴിയിലൂടെ ഫറവോനും സൈന്യവും കയറി വന്നില്ലേ? കയറി വന്ന് ഈ സൈന്യം മുഴുവൻ വെള്ളത്തിൽ അല്ല, കരയിൽ, വെള്ളത്തിലെ കരയിൽ വന്നു കഴിഞ്ഞപ്പോ മോശ പിന്നെ നിലവിളിച്ച്, കർത്താവേ, ഞങ്ങൾക്ക് വേണ്ടി തുറന്ന വഴിയെ കൂടെ ദേ ഫറവോനും സൈന്യവും വരുന്നു. ഉടനെ അവനോട് പറഞ്ഞു, നീ പുറകോട്ട് തിരിഞ്ഞിരിക്കാൻ പറഞ്ഞു. നിന്നു. നീ വടി ഒന്നോ നീട്ടാൻ പറഞ്ഞു. നീട്ടിയപ്പോൾ ആ വെള്ളം അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നായി മാറിയപ്പോ എന്ത് സംഭവിച്ചു എന്നാ ബൈബിൾ എഴുതിയിരിക്കുന്നത് ഉണ്ടോ? അവരുടെ രഥങ്ങളെല്ലാം ചള്ളക്കകത്ത് വന്ന് അവർക്ക് ഒഴുകാൻ, അവർക്ക് കരയിൽ കയറാൻ കഴിഞ്ഞില്ല. അങ്ങനെയൊക്കെയല്ലേ ബൈബിൾ എഴുതിയിരിക്കുന്നേ? ഇല്ലെങ്കിൽ നിങ്ങൾ പുറപ്പാട് പുസ്തകമൊക്കെ വായിച്ചു നോക്കാം. അങ്ങനെയെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കൂ, തിമിംഗലങ്ങളുടെ തലകളെ ഉടച്ചു കളഞ്ഞു. ഇത് സത്യത്തിൽ ഒരു ശൈലി ഉപയോഗിച്ചിരിക്കുന്നതേ ഉള്ളൂ. പണ്ട് ഈ കേരള നിയമസഭയിൽ ഗർജിക്കുന്ന സിംഹം എഴുന്നേറ്റു എന്ന് KR ചുമ്മാർ വാർത്ത എഴുതുമായിരുന്നു. ഗർജിക്കുന്ന സിംഹം എഴുന്നേറ്റെന്ന് പറഞ്ഞാൽ അവിടെ ഒരു സിംഹം വന്നെന്നല്ലല്ലോ. ആർ ശങ്കറിനെ കുറിച്ച് പറഞ്ഞ വാക്കുകളാണ്. ആർ ശങ്കറിനെ അന്ന് വിശേഷിപ്പിച്ചിരുന്നത് ഗർജിക്കുന്ന സിംഹം എന്നായിരുന്നു. അത് രാഷ്ട്രീയപരമായിട്ട് പറഞ്ഞു. ഇതുപോലെ തൂലിക നാമങ്ങൾ പലർക്കും ഉണ്ട്. യേശുക്രിസ്തു തന്നെ ഒരിക്കൽ പറഞ്ഞില്ലേ, ആ കുറുക്കനോട് പോയി പറഞ്ഞാല് എന്ന് പറയുന്ന ഒരു രംഗം നമുക്കറിയാം. അപ്പൊ അർത്ഥാൽ ഞാൻ പറഞ്ഞതിന് താല്പര്യം ഇത്രേ ഉള്ളൂ. ഇവിടെ അക്ഷരീകമായ സൈന്യത്തെക്കുറിച്ച് തന്നെയാണ് പറഞ്ഞത്, പക്ഷെ സിംബോളിക്കായിട്ടാണ് പറഞ്ഞത്. യെസ്. അടുത്തത്, ലിവ്യാഥാന്റെ തലയെ തകർത്തു. ആരാ ലിവ്യാഥാൻ? ലിവ്യാഥാന്റെ തലകളെ തകർത്തു, മരുവാസികളായ ജനത്തിന് ആഹാരമായി കൊടുത്തു. ഈ വാക്യം നമ്മൾ സഭായത്തിന് വായിക്കുമ്പോൾ പ്രസംഗിക്കുന്നത് എങ്ങനെയാണെന്നറിയാമോ? ലിവ്യാഥാൻ ഈ ചെങ്കടലിന്റെ അടിയിൽ ഉണ്ടായിരുന്നു. ആ ലിവ്യാഥാന്റെ തല തകർത്തിട്ട് അവിടെ നിന്ന് ചിറകുകൾ മുളച്ച് വന്ന് മരുഭൂമിയിലേക്ക് വന്നു. അതാണ് കാടപ്പക്ഷി. എൻ്റെ വാത്സല്യ സഹോദരങ്ങളെ, 100% തെറ്റായ വ്യാഖ്യാനമാണത്. ഒരു വ്യാഖ്യാന ഗ്രന്ഥത്തിലും അതിന് രേഖയില്ല. ഏത് വ്യാഖ്യാന ഗ്രന്ഥം നിങ്ങൾ നോക്കിയോ, ഒരു വ്യാഖ്യാന ഗ്രന്ഥത്തിലും അതിന് രേഖയില്ല. ലിവ്യാഥാന്റെ തലകളെ തകർത്തു. നല്ലതാ, ജനങ്ങൾ കൈയടിച്ച് ആത്മാവിൽ ആരാധിക്കും, ശരിയാ. അവിടെ നിന്ന് ചിറക് മുളച്ചു എന്നൊക്കെ പറയുമ്പം ആൾക്കാർ ആവേശഭരിതരാകും. അങ്ങനെയൊന്നും സംഭവിച്ചിട്ടൊന്നുമില്ല. അപ്പൊ ലിവ്യാഥാന്റെ തലയെ തകർത്തു എന്ന് പറഞ്ഞാൽ എന്താ ലിവ്യാഥാൻ? ലിവ്യാഥാൻ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ടൈപ്പ് ഓഫ് ക്രോക്കഡൈൽ. ഇത് ചീങ്കണ്ണിയുടെ ഒരു വർഗത്തിൽപ്പെട്ട സാധനം തന്നെയാണ്. ടൈപ്പ് ഓഫ് ക്രോക്കഡൈലാണ് ചീങ്കണ്ണി. ഇതിന് തന്നെ മറ്റു പല പേരുകൾ ബൈബിൾ ഉപയോഗിച്ചിട്ടുണ്ട്. നദീഹായ എന്ന് ഉപയോഗിച്ചിട്ടുണ്ട്. യെശയ്യാവ് 51:9 വാക്യം ഒന്ന് വായിച്ചു നോക്കി. യെശയ്യാവ് 51:9 വാക്യം. യഹോവയുടെ ഭുജമേ, ഉണരുക, ശക്തി ധരിച്ചുകൊള്ളുക. പൂർവകാലത്തും പണ്ടത്തെ തലമുറകളിലും എന്ന പോലെ ഉണരുക. രഹബനെ വെട്ടി മഹാസർപ്പത്തെ കുത്തിക്കളഞ്ഞത് നീയല്ലയോ? സമുദ്രത്തെ വലിയ ആഴിയിലെ വെള്ളങ്ങളെ തന്നെ വറ്റിച്ചു കളയും. വീണ്ടെടുക്കപ്പെട്ടവർ കടന്നു പോകേണ്ടതിന് സമുദ്രത്തിന്റെ ആഴത്തെ വഴിയാക്കുകയും ചെയ്തത് നീയല്ലയോ? യഹോവയുടെ വിമുക്തന്മാർ ഉല്ലാസഘോഷത്തോടെ സിയോനിലേക്ക് മടങ്ങി വരും. നിത്യാനന്ദം അവരുടെ തലയിൽ ഉണ്ടായിരിക്കും. അവർ ആനന്ദവും സന്തോഷവും പ്രാപിക്കും. ദുഃഖവും ഞരക്കവും ഓടിപ്പോകും. 9-10 മാത്രം, അതിനപ്പുറത്തോട്ട് വായിക്കല്ലേ. ഓക്കെ. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കുക, വീണ്ടെടുക്കപ്പെട്ടവർ
അതിലെ കൂടെ കടന്നുപോയപ്പോൾ രഹബിനെ തകർത്ത് ഒരു പദം. യെശയ്യാ 27 1 വാക്യം ഒന്ന് വായിച്ചു നോക്കി. ഞാൻ ഇതിനകത്ത് കാണിച്ചിട്ടുണ്ട് വാക്യങ്ങൾ. യശയാവ് 27:1. അന്നാളിൽ യഹോവ കടുപ്പവും വലിപ്പവും ബലവുമുള്ള തന്റെ വാൾ കൊണ്ട് വിദ്രുത സർപ്പമായ ലിവ്യാധാനെയും വക്രസർപ്പമായ ലിവ്യാധാനെയും സന്ദർശിക്കും. ഉണ്ടോ? വിദ്രുത സർപ്പമായ ലിവ്യാഥാനെ. ഇപ്പൊ ലിവ്യാഥാൻ എന്ന അതേ പദം യശയ്യാ 27:1 ഉപയോഗിച്ചിട്ടുണ്ട്. വിദ്രുത സർപ്പമായ ലിവ്യാഥാനെ ആ നാളിൽ ഞാൻ സന്ദർശിക്കും. ഇപ്പൊ ലിവ്യാഥാൻ ഉപയോഗിച്ചിട്ടുണ്ട്, നദീഹയം എന്ന് ഉപയോഗിച്ചിട്ടുണ്ട്. ഇയ്യോബിന്റെ പുസ്തകത്തിനകത്ത്, ഇയ്യോബിന്റെ പുസ്തകം എടുക്കാവൂ. ഇയ്യോബിന്റെ പുസ്തകം, ഓക്കെ, 41-ാമത്തെ അധ്യായത്തിന് 1-ാം വാക്യം വായിച്ചു നോക്കി. മഹാനക്രത്തെ ചൂണ്ടലിയും പിടിക്കുമോ? മഹാനക്രത്തെ ചൂണ്ടലിട്ട് പിടിക്കാമോ? അതിന് നാക്ക് കയറുകൊണ്ട് അമർത്താമോ? അതിന്റെ മൂക്കിൽ കയറ് കോർക്കാമോ? അതിന്റെ അതായത് മഹാനക്രം എന്നിവിടെ ഉപയോഗിച്ചത് അപ്പൊ എന്താണെന്ന് മനസ്സിലായോ? ക്രോക്കഡൈലിനെ കുറിച്ചാണ് പറഞ്ഞത്. ചീങ്കണ്ണി, മുതല. ആ മുതലെ പിടിക്കാൻ വേണ്ടി അതിന്റെ മൂക്കിൽ ചെന്ന് നിനക്ക് കയറ് കോർക്കാമോ? മഹാനക്രത്തെ നിനക്ക് ചൂണ്ടയിട്ട് പിടിക്കാമോ? യഹസ്കേലിന്റെ പുസ്തകം 29-3 വാക്യം ഒന്ന് വായിച്ചു നോക്കിയേ. യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, മിസ്രയീം രാജാവായ ഫറവോനെ തന്റെ നദികളുടെ നടുവിൽ കിടന്ന്, ഈ നദി എനിക്കുള്ളതാകുന്നു, ഞാൻ അതിനെ എനിക്കായിട്ട് ഉണ്ടാക്കിയിരിക്കുന്നു എന്ന് പറയുന്ന മഹാനക്രമേ, ഞാൻ നിനക്ക് വിരോധമായിരിക്കുന്നു. ഇനി ഇത് കൂടിയ തെളിവല്ലോ വേണോ? ഫറവോനെ കുറിച്ചാണ് ഈ മഹാനക്രം എന്ന് പറഞ്ഞത്. ഫറവോനെ കുറിച്ചാണ് ലിവ്യാഥാൻ എന്ന് പറഞ്ഞത്. ഫറവോനെ കുറിച്ചാണ് നദീഹയം എന്ന് പറഞ്ഞത്. ഒരു അജയ്യ ശക്തിയാണ്, എന്നാൽ ലിവ്യാഥാനെ തകർത്തവനാണ് നമ്മുടെ ദൈവം. അതാണ് അതിന്റെ പിന്നിലുള്ള ഏറ്റവും വലിയ ആശയം. പാസ്റ്റർ, ഒരു സംശയം. അപ്പൊ ഈ കാടപ്പക്ഷികളെ പിന്നെ ദൈവം വിളിച്ചു വരുത്തിയതാണോ? ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുന്നവനാണല്ലോ നമ്മുടെ കർത്താവ്. തീർച്ചയായിട്ടും. ഒരു വംശനാശം, ഒരു ഗ്രൂപ്പിനെ വംശനാശം വരുത്തിയിട്ട് വേണോ ദൈവത്തിന് കാടപ്പക്ഷിയെ കൊടുക്കാൻ? തീർച്ചയായും. അതെ, ഈസി തിങ്. ദൈവത്തിന് വളരെ ചെറിയൊരു കാര്യമാണ് കാടപ്പക്ഷിയെ കൊടുക്കുക എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഈ വാക്യങ്ങളുടെ പിന്നണിയിൽ നിന്ന് ഇനിയും നിങ്ങൾക്ക് ബൈബിൾ ഡിക്ഷണറി എടുത്ത് വായിച്ചോ. ഇഷ്ടംപോലെ വാക്യങ്ങളുണ്ട്. ഈ നദീഹയം എന്ന് പറഞ്ഞത്, മഹാനക്രം എന്ന് പറഞ്ഞത്, അതെ, ഇവിടെ നമ്മൾ വായിച്ചപ്പോൾ നമ്മൾ കണ്ട ലിവ്യാഥാൻ എന്ന് പറഞ്ഞത് എല്ലാം ഫറവോനെ കുറിച്ച് മാത്രമായിരുന്നു. അത് ഈ എസെക്കിയേൽ, അല്ലെങ്കിൽ എസെക്കിയേൽ ഇംഗ്ലീഷിൽ പറഞ്ഞു, യഹസ്കേൽ 29:3 അത് ക്ലിയർ ആയിട്ട് കിടക്കുക. പിന്നെ മരുവാസികൾക്ക് തിന്മാൻ കൊടുത്തു എന്നുള്ള വാക്യം, ഈ മരുവാസികൾക്ക് തിന്മാൻ കൊടുത്തെന്ന് പറഞ്ഞത് ഇസ്രായേൽ ജനം മരുഭൂമി കൂടെ പോയവരുടെ കാര്യമൊന്നുമല്ല പറഞ്ഞത്. ഇൻഹബിറ്റൻസ് ആൻഡ് സോജേണേഴ്സ് എന്ന 2 പദം ഇംഗ്ലീഷിലുണ്ട്. സോജേണേഴ്സിനെ കുറിച്ചല്ല ഇവിടെ പറഞ്ഞിരിക്കുന്നത്, ഇൻഹബിറ്റൻസിനെ കുറിച്ചാണ്. ഇവര് അതിനകത്ത്, അതെ, പലരും ഈ വെള്ളത്തിനകത്ത്, അതെ, അവരുടെ ജീവൻ പോയി പൊങ്ങി നടന്നപ്പോൾ ഈ നദിയുടെ കരയിലൊക്കെയുള്ള ചില ജീവികളൊക്കെ വന്ന് നിന്ന കാര്യത്തെക്കുറിച്ചാണത് പറയുന്നത്. അത്ര ഗൗരവമാണ് ബൈബിൾ. എനിക്കറിയാം നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടായി, ഞാൻ രക്ഷപ്പെട്ടു. എന്നാന്നറിയോ? ശരിയാണോ എന്നൊരു അന്വേഷണം ഇന്നുണ്ടാവുമല്ലോ. നിങ്ങൾ അന്വേഷിക്കുന്നേ. ഇഷ്ടംപോലെ ബൈബിൾ കമന്ററികൾ നോക്ക്. ഒരൊറ്റ കമന്ററിയിലും ഇല്ല ലിവ്യാഥാന്റെ തല തകർത്ത് കാടപ്പക്ഷി പറന്നെന്ന്. ഒരൊറ്റ കമന്ററി പോലും ഇല്ല. പക്ഷെ ഇത് എങ്ങനെ വന്നു? പാസ്റ്റർമാരിങ്ങനെ പ്രസംഗിക്കുന്ന തെറ്റാണല്ലേ അവര് പറയുന്നത്? അതെ, അവര് പഠിച്ചില്ലെന്ന് ഇപ്പൊ നമ്മൾ തന്നെ ചെയ്യുന്നു. നമുക്കത് പഠിച്ചല്ലോ, നമുക്കത് പഠിക്കുക. ഓക്കെ, താങ്ക് യു. സമയം ആയതുകൊണ്ട് നിർത്താം. സ്ഥാനാരോഹണ ഗീതങ്ങൾ നിങ്ങൾക്ക് പിടികിട്ടിയെന്ന് കരുതുന്നു. അപ്പം പാസ്റ്റ് ഇവന്റ് കഴിഞ്ഞു. പ്രസന്റ് ഇവന്റ് നമ്മൾ പറയുമ്പോൾ യേശു ക്രിസ്തുവിന്റെ ക്രൂശ് മരണം കൊണ്ടുവരാം. ഫ്യൂച്ചർ ഇവന്റ് എന്നാണെന്നറിയാവോ? അവൻ രാജാവായി വരുന്നു. ഇഷ്ടം പോലെ നമുക്ക് അതിനകത്തുനിന്ന് കൊണ്ട് ഏതാ
യഹോവ കാഹളനാദത്തോടും ദൈവം ജയഘോഷത്തോടും കൂടെ ആരോഹണം ചെയ്യുന്നു. പാസ്റ്റ്, പ്രസന്റ്, ഫ്യൂച്ചർ. താങ്ക് യു. ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. കുഴപ്പമില്ല, നിങ്ങൾക്ക് സംശയം ഉണ്ടായാലും എനിക്ക് ഒത്തിരി സന്തോഷമുള്ളൂ കേട്ടോ. ഓക്കെ, ഓവർ ടു പാസ്റ്റർ ലാലു ജേക്കബ്. താങ്ക് യു. വളരെ അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ ക്ലാസ് എടുക്കുവാൻ കർത്താവിന്റെ ദാസനെ ഇന്ന് ദൈവം സഹായിച്ചതോർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ജോയിൻ ചെയ്ത എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവിന്റെ ശ്രേഷ്ഠദാസനും പ്രത്യേക നന്ദി. നാളെ വൈകിട്ട് കർത്താവിന്റെ ദാസൻ CB ആൻഡ്രൂസ് ക്ലാസ്സുകൾ എടുക്കുന്നതാണ് 9 മണിക്ക്. എല്ലാ പ്രിയപ്പെട്ടവരും ജോയിൻ ചെയ്യുക. നമുക്ക് പ്രാർത്ഥനയോടെ ആശീർവാദത്തോടെ പിരിയാം. ദൈവാത്മാവ് പ്രേരിപ്പിക്കുന്ന ആരെങ്കിലും ഒരാൾ അൺമ്യൂട്ട് ചെയ്ത് ചുരുക്കമായി പ്രാർത്ഥിച്ചാൽ. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. മഹത്വത്തിന്റെ പ്രത്യാശയായ ദൈവമേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല രാത്രിയുടെ സമയത്തിനായി അടിയൻ കർത്താവിന് നന്ദിയോടെ സ്തുതിക്കുകയാണ്, സ്തോത്രം ചെയ്യുകയാണ്. പരിശുദ്ധനെ, ഞങ്ങളുടെ അഗപ്പ ബൈബിൾ കോളേജിന്റെ ഓൺലൈനിൽ കൂടിയുള്ള കർത്താവ് ഞങ്ങളുടെ ബൈബിൾ ക്ലാസ്സിനെ ഇത്രത്തോളം കർത്താവ് അനുഗ്രഹിച്ച കൃപയ്ക്കായി സ്തോത്രം ചെയ്തു പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഹല്ലേലൂയ. കർത്തൃദാസനെ ദൈവകരത്തിലേക്ക് സമർപ്പിക്കുന്നു. ഇത്രത്തോളം സങ്കീർത്തനത്തിന്റെ അകത്തളത്തിൽ നിന്ന് കർത്താവെ, ഹല്ലേലൂയ, രാജകീയ സങ്കീർത്തനത്തെ കുറിച്ചും അതിന്റെ സ്ഥാന ആരോഹണ സങ്കീർത്തനങ്ങളെ കുറിച്ചും ആഴമേറിയ വലിയ വെളിപ്പാടുകൾ കർത്താവെ സാറിൽ നിന്നും ദൈവം ഞങ്ങൾക്ക് കേൾപ്പാനിടയായല്ലോ കർത്താവെ. ഹല്ലേലൂയ. ദൈവമേ, പിന്നെയും കർത്തൃദാസനെ ദൈവം ധാരാളമായി ഉപയോഗിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ്. ഞങ്ങളുടെ ഷായി സാറിനെ കർത്താവെ ദൈവകരത്തിലേക്ക് സമർപ്പിക്കുന്നു. ഞങ്ങളുടെ ലാലു സാറിനെ ദൈവകരത്തിലേക്ക് സമർപ്പിക്കുന്നു കർത്താവ്. ഇത്രത്തോളം എഫേർട്ട് എടുത്തുകൊണ്ട് ചെയ്യുന്ന എല്ലാ കൃപകൾക്കും കർത്താവെ ഇരട്ടി കർത്താവ് പിന്നെ മാനിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. വിവിധ ടൈം സോണുകളിൽ കർത്താവെ, ഹല്ലേലൂയ, വിവിധ ഡിവൈസുകളായിരിക്കുന്ന എല്ലാ ദൈവദാസന്മാർക്കായി സഹോദരി സഹോദരന്മാർക്കായി സ്തോത്രം. കേൾപ്പിച്ച ദൈവികാലോചനകൾ, ആ വെളിപ്പാടുകൾ കർത്താവെ ഞങ്ങളുടെ ഹൃദയമാകുന്ന മാംസപ്പലയിൽ കൊത്തിയിടുവാനും അത് കർത്താവിന്റെ ദൈവരാജ്യ മഹത്വത്തിനായി തീരുവാൻ സ്വർഗം ഞങ്ങളെ സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. എന്റെ കർത്താവ് അത് അങ്ങനെ ചെയ്യുന്നതിനായി സ്തോത്രം. കർത്താവ് പ്രാർത്ഥന യാചനയും കേട്ടിരിക്കായി സ്തോത്രം ചെയ്യുന്നു. അടിയങ്ങൾക്കായി ജീവൻ തന്ന ക്രിസ്തു യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ കൃപ തോന്നി ഉത്തരമരുളുമാറാകണമേ സ്വർഗസ്ഥ പിതാവേ. ആമേൻ. 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 പിതാവായ ദൈവത്തിന്റെ സ്നേഹം, പുത്രനായ യേശു ക്രിസ്തുവിന്റെ കൃപ, പരിശുദ്ധാത്മാവിന്റെ സഹവാസവും സാന്നിധ്യവും ഈ ബൈബിൾ കോളേജിന്റെ പ്രവർത്തനങ്ങളോടും ഇന്ന് ക്ലാസ് എടുത്ത കർത്താവിന്റെ ദാസനോടും ഇന്ന് മുതൽ എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ഇന്ന് രാത്രിയിലും ജയം തന്ന ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. എല്ലാവർക്കും നന്ദി. ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ. നാളെ വൈകിട്ട് വീണ്ടും കാണാം.